മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും അല്ലെങ്കിൽ നമ്മുടെ മരണം എങ്ങനെ ഉണ്ടാവണം എന്നുള്ള കുറേ ചിന്തകളോ ആശങ്കകളോ പലർക്കും പല രീതിയിലും ഉണ്ടാകാം. അപ്പോൾ നമുക്ക് അതിനൊക്കെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസിലിരുന്ന് ഡിസ്കസ് ചെയ്യുക, അവരവരുടെ ചിന്തകളെക്കുറിച്ച് ഷെയർ ചെയ്യുക, ആരും ആരെയും ജഡ്ജ് ചെയ്യാത്തൊരു രീതിയിൽ ഒരു ഓപ്പൺ സ്പേസാണ് നമ്മൾ ഈ ഡെത്ത് കഫേയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ മെയിനായിട്ട് നമ്മുടെ ഗസ്റ്റ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ ഇവിടെ മുന്നേ ഇൻറ്റേൺഷിപ്പ് ചെയ്തു പോയ കുട്ടികളെയാണ്. ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ മെയിൻ ഗസ്റ്റുകൾക്ക് തന്നെയാണ് കൊടുക്കുന്നത്, നമ്മുടെ സ്റ്റുഡൻസിന്. പോരാതെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പുറമേ നിന്ന് വന്നിട്ടുള്ള അതിഥികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പോരാതെ അവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചിന്തകളും ഷെയർ ചെയ്യാം. ദിവാകരൻ സാറാണ് ഇതിൻ്റെ ഒരു മെയിൻ മോഡറേറ്റർ അല്ലെങ്കിൽ കോർഡിനേറ്റർ ആയിട്ട് ഉള്ളത്. സോ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ഈ ഡെത്ത് കഫേ തുടങ്ങാം. നമ്മുടെ ഇപ്രാവശ്യത്തെ ഗസ്റ്റ് വേറെ ഇൻ്റലക്ച്വൽസ് ഒന്നുമല്ല, നമ്മുടെ ഇവിടുന്ന് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് പോയിട്ടുള്ള സ്റ്റുഡൻസാണ്. അപ്പോൾ അവരെ കേൾക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ തീം. ഡെത്ത് കഫേയിൽ വാസ്തവത്തിൽ നമ്മളൊരു അജണ്ടയൊന്നും വയ്ക്കുന്നില്ല. വളരെ എന്താണ് പറയുന്നത്, ലാഘവത്തോടു കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ. ഇത് ഒരു കൗൺസിലിങ്ങിൻ്റെ സെഷനോ അല്ല, എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല. മരണത്തെക്കുറിച്ച് ഒരു അവസാന വാക്ക് ഉണ്ടാക്കുക, അതൊന്നും ഇതിൽ വരുന്നേ ഇല്ല. മരണം എന്നുള്ളത് വാസ്തവത്തിൽ ഒരു അസ്വീകാര്യമായ പദമായി മാറിയിരിക്കണം ഇന്നത്തെ കാലത്ത്. എന്തിനും ഏതിനും ചികിത്സയുണ്ട്, ചികിത്സയുടെ പരമായ ലക്ഷ്യം മരണത്തെ ഏത് വിധേന ഒഴിവാക്കുകയാണ് എന്നൊക്കെയുള്ള തെറ്റായ ധാരണകൾ ഉണ്ടായതോടുകൂടിയിട്ട് ഒരു മരണനിഷേധിയായിട്ടുള്ള സംസ്കാരം ഉണ്ടായിട്ടുണ്ട്. അത് പ്രായോഗിക തലത്തിലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ മരണനിഷേധിയായിട്ടുള്ള സംസ്കാരത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇത്തരത്തിലുള്ള ഡെത്ത് കഫേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റുഡൻസ് അവർ മുന്നോട്ട് വരട്ടെ. ഞാൻ ആരും വിളിക്കുന്നില്ല. ആർക്കാണ് കൂടുതൽ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അവർ സംസാരിക്കട്ടെ. ഡെത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പണ്ടൊക്കെ ഒരു ഡെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ജനറേഷനും പണ്ടത്തെ ജനറേഷനും വെച്ച് നോക്കുകയാണെങ്കിൽ ഡെത്ത് ഭയങ്കര അധികം ലോസും ഭയങ്കര ഒരു വിഷമമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ വിഷമമുണ്ട്, ഭയങ്കര അധികം ഒറ്റയ്ക്കായ പോലെ ഉണ്ടെങ്കിലും ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്താണെന്നറിയില്ല. അത് കഴിഞ്ഞു. അങ്ങനൊരു രീതിക്കാണ് ഡെത്ത് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. വിഷമമുണ്ടെങ്കിലും അത് ആ ഒരു സീരിയസ്നെസ്സോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ജനറേഷനായി പോകുന്നുണ്ടെന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മരണത്തിനെ പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞാൽ നടക്കാൻ പോണ കാര്യമല്ല. അതൊരു വലിയ കാര്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ പണ്ടുള്ള ആൾക്കാരെല്ലാവരും മരണം എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഭയങ്കര കുറേ ചിട്ടകളായിരുന്നു മരണത്തിന്. മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ, മരണത്തിന് മുന്നിങ്ങനെ, അല്ലെ വെള്ളം കൊടുക്കുക, അങ്ങനെ കുറേ പരിപാടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. മതപരമായിട്ട് പറയുകയാണെങ്കിൽ ഓരോ മതത്തിനും അവരുടെ വിശ്വാസമുണ്ട്. പക്ഷേ മരണം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മളുടെ ജനനം തീരുമാനിക്കാൻ നമുക്ക് അവകാശമില്ല, അറ്റ്ലീസ്റ്റ് മരണമെങ്കിലും തീരുമാനിക്കാൻ അവകാശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് ശരിക്കും തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വന്നതിന് ശേഷമാണ് മരണം എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടതെന്ന് അറിഞ്ഞത്. നമ്മുടെ സ്വന്തം മരണമല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ വരെ ജീവനോടെ കണ്ട ഒരാളെ നാളെ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ ആ മരണത്തിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ള ഒരു ചിന്ത വന്നത് ഇവിടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ വന്നിട്ടാണ്. നോർമലി ഇപ്പോൾ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ആർക്കും വയസ്സാവുന്നത് താല്പര്യമില്ല, വാർദ്ധക്യത്തിലേക്ക് പോവുക എന്നുള്ളത് താല്പര്യമില്ല. എല്ലാവർക്കും യുവാവായി നിൽക്കണം, യൗവനത്തിൽ നിലനിൽക്കണം. പക്ഷേ ജീവിതചക്രം അങ്ങനെയല്ല. നമ്മളൊരു ജനനം കഴിയുന്നു, കുട്ടിയാവുന്നു, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. ആ വാർദ്ധക്യം എത്താതെ യൗവനത്തിൽ സ്റ്റോപ്പ് ചെയ്യാനാണ് ഇന്ന് പല പുതിയ ടെക്നിക്സും അത് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഓരോ പ്രായം എത്തുമ്പോഴും നമ്മുടെ ജീവിതം കഴിഞ്ഞ് നമ്മൾ ഓരോ സ്റ്റേജിലെത്തുമ്പോൾ ആ സ്റ്റേജ് നമ്മൾ എംബ്രേസ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ സുഖമായി മരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഉറക്കത്തിലായ അത്രയും സന്തോഷം.
അങ്ങനെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുള്ളത്. പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല. ഒരിക്കലും എനിക്ക് എൻ്റെ യൗവനത്തിൽ മരിക്കാൻ താല്പര്യമില്ല. അത് ഞാൻ എന്താ പറയുക, അത് ഞാൻ എടുത്തുള്ള തീരുമാനമല്ല. എനിക്കതാണ് ഇഷ്ടം. ഞാൻ എൻ്റെ വാർദ്ധക്യത്തിൽ എൻ്റെ ജീവിതം ജീവിച്ച് എൻ്റെ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം മരണപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആ മരണത്തിൽ ആരും സങ്കടപ്പെടാതെ എൻ്റെ ജീവിതത്തിനെ എല്ലാവരും എന്താ പറയുക, സെലിബ്രേറ്റ് ദ ലൈഫ് എന്ന് പറയും നമ്മൾ. അതാണ് എനിക്ക് കുറച്ചും കൂടിയും താല്പര്യം. അല്ലാതെ ഒരാൾ മരിക്കുന്നു, കുറേ പേര് കരയുന്നു, എല്ലാവർക്കും വിഷമമുണ്ടാവും. അത് ആ വ്യക്തിയായി അടുത്ത് നിന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വിഷമമുണ്ടാവും. പക്ഷെ ഒരു മരണത്തിനെ തുടർന്ന് ഇപ്പോൾ ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഒരു കൊല്ലത്തേക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങരുത്. അതിലെന്താണ് ലോജിക്ക് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. നമ്മളുടെ നാട്ടിലുള്ള സംസ്കാരങ്ങളാണത്. അപ്പോൾ അങ്ങനത്തെ സംസ്കാരങ്ങളൊക്കെ എൻ്റെ മരണത്തിലൂടെ ഒഴിവാക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ മരണത്തിനെ പറ്റിയിട്ടുള്ളൊരു ചിന്ത. ഞങ്ങളിവിടെ മെഡിക്കൽ കോളേജിൽ PG നഴ്സിംഗ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സത്യം പറഞ്ഞാൽ 4 വർഷത്തെ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു PGക്ക് വന്നതെങ്കിൽ കൂടി ആ ഒരു സമയത്തൊന്നും ഈ പറഞ്ഞ പോലെ നമ്മൾ ICU, പിന്നെ ഒരു സ്റ്റുഡൻറ് ലൈഫ് ആയതുകൊണ്ട് തന്നെ കൂടുതലൊരു സ്റ്റാഫിൻ്റെതായ അധികം റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നമുക്ക് വേണ്ടി വന്നിട്ടില്ല. എന്നാലും ICUവിൽ ഒരു ഡെത്ത് ഉണ്ട്, അല്ലെങ്കിൽ ആ ഡെത്ത് എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഒരു ആരെ സംബന്ധിച്ച് അതിനിപ്പോൾ എത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആയവരെ സംബന്ധിച്ചാണെങ്കിൽ പോലും അതൊരു പേടിയാണോ നമുക്കറിയില്ല. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ആ ഒരു ഡെത്ത് കെയർ ചെയ്യുന്നതും, അത് കഴിഞ്ഞ് ആ ബൈസ്റ്റാൻഡേഴ്സിന് നമ്മൾ ആ ബോഡി വിട്ട് കൊടുക്കുന്നതും, ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു സമയം. ഡോക്ടർക്ക് അതിൻ്റെതായ ഡ്യൂട്ടീസിന് അവർ വന്ന് ഡിക്ലെയർ ചെയ്യുന്നു, പക്ഷെ ബാക്കി കുറേ കാര്യങ്ങളുണ്ടല്ലോ, ആ ട്യൂബിങ്സ് റിമൂവ് ചെയ്യുന്നതും തുടങ്ങി. സത്യം പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ PGക്ക് ഞങ്ങൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എടുത്തത് ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കിൽ അധികം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അധികം കാണേണ്ട ഒരു സാഹചര്യം കുറയുമല്ലോ, മനസ്സിന് കുറച്ച് സങ്കടം കുറയ്ക്കാലോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. എന്നാലും പബ്ലിക് ഹെൽത്തുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രിവെൻഷൻ, ഹെൽത്ത് പ്രൊമോഷൻ, അതൊക്കെയാണല്ലോ കമ്മ്യൂണിറ്റി ഹെൽത്ത്. അപ്പം അങ്ങനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം എന്ന് കരുതി. പക്ഷേ മെഡിക്കൽ കോളേജിൽ തന്നെ വന്ന് അതും ഞങ്ങൾക്ക് മാത്രമാണ് 4 പേർക്കും ഈവനിങ്ങിൽ കാഷ്വാലിറ്റി ഡ്യൂട്ടി. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കും ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് എന്ന് പറഞ്ഞപ്പോൾ സൈക്യാട്രി ആണെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കേസസ് ഒന്നുമില്ല, നമ്മളെന്നും കാഷ്വാലിറ്റിയാണ്. അപ്പോൾ ഇത് എങ്ങനെ അധികം എക്സ്പീരിയൻസ് ചെയ്യരുത് എന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചിരുന്നു. എന്നിട്ട് നേരെ ചെന്നത് കാഷ്വാലിറ്റിയിലേക്കുമാണ്. അപ്പോൾ എന്നും അങ്ങനത്തെ ഓരോ കാഴ്ച തന്നെ. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ അടുത്ത മുണ്ടത്തിക്കോട് ആ പടക്കത്തിൻ്റെ അപകടം ഉണ്ടായത്. അപ്പം അന്നൊക്കെ ഞങ്ങൾ എമർജൻസി ആയിട്ട് 3:30ക്ക് ഞങ്ങൾ കോളേജിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു വൈബ്രേഷൻ കേട്ടിട്ട്, അപ്പം നമ്മൾ ശരിക്കും എർത്ത് ക്വേക്കിൻ്റെ എന്തോ ഒരു ഇതാണെന്നാണ് കരുതിയത്. ഞങ്ങളോടൊക്കെ പറഞ്ഞു പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. നമ്മളൊക്കെ പുറത്ത് നിന്നു. പിന്നെ ഒരു 3:40 ആയപ്പോഴാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് കോൾ വരുന്നത്, എമർജൻസി ആയിട്ട് സ്റ്റുഡൻസിനെ കാഷ്വാലിറ്റിയിലേക്ക് ട്രോമ ICUവിലേക്ക് വിട്ടു കൊടുക്കാനും ഇങ്ങനെയുള്ള ഡെത്തും കേസസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴും ഒന്നും നമുക്കറിയുന്നില്ല. ഓടി ഞങ്ങൾ ചെന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കാണുന്ന കാഴ്ച നിങ്ങൾ TV-യിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും ഇപ്പം നമ്മൾ പറഞ്ഞു മരിക്കുന്ന ആൾ എങ്ങനെ മരിക്കണം എന്നാണ് നമ്മുടെ ചിന്ത എന്ന്. പക്ഷേ ഞങ്ങൾ അന്ന് കണ്ടത് അവർ കുറേ പേരും ഒന്നും പെട്ടെന്ന് അറിയാതെ മരിച്ചു പോയവരാ. ഇപ്പോൾ പടക്കം പൊട്ടുക എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് ആയിരിക്കും, നമുക്കറിയില്ല, ചിന്നി ചെതറി പോയിട്ടുണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് അവർ റിലേറ്റീവ്സ് വന്നു. ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അറിയില്ല. അവർ മോർച്ചറിയുടെ ഫ്രണ്ടിലാണെങ്കിലും, അതായത് അവരുടെ ആൾ അതിലുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു അവസ്ഥ. അപ്പം നമുക്ക് തോന്നി അതാണോ കൂടുതൽ ഭയാനകമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു DNA ടെസ്റ്റ് ചെയ്തിട്ട് ഇന്ന ആൾ അതിലുണ്ടോ. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇന്നലെ പറയാതെ പോയതാണ്, അപ്പോൾ പുള്ളി അതിൽ പോയിട്ടുണ്ടോ എന്ന് പോലും പലർക്കും അറിയില്ല. അപ്പോൾ തലേ ദിവസം മുതൽ പിറ്റേ ദിവസം വരെ മോർച്ചറിയുടെ ഫ്രണ്ടിൽ കാവൽ നിന്നവരെയും നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയും ഒരു വിഭാഗമുണ്ട് ഇതിൽ എന്ന് പറഞ്ഞാൽ. അറിയാതെ മരിച്ചവർ മരിച്ചു പെട്ടെന്ന്. പക്ഷേ നമ്മുടെ ആളുണ്ട് ഒരു കമ്മൽ നോക്കിയിട്ട്, അല്ലെങ്കിൽ കയ്യിൽ പച്ച കുത്തി നോക്കിയിട്ട്, എന്നിട്ടും അറിയാതെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കവറിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എവിടെയാന്ന് പോലും അവരുടെ ആൾക്കാർക്ക് ശരിക്കും ഇപ്പോഴും അറിയില്ല. അവിടെ ഉണ്ടോ അതിലുണ്ടോ ഒന്നും അറിയില്ല. അതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും നമുക്ക് തോന്നുക ഇനി അതും സഫർ ചെയ്തിട്ട് ഒരു ബോഡി കിട്ടിയിരുന്നെങ്കിൽ
നമ്മൾ മരിച്ചു പോകണമെന്ന് ആരും ആഗ്രഹിക്കില്ലല്ലോ നമ്മുടെ പ്രിയപ്പെട്ടവർ. പക്ഷെ ഒരു ബോഡിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പം അതും കുറേ പേർക്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനത്തെ കുറേ സാഹചര്യങ്ങൾ. എല്ലാവർക്കും സുഖം മരണം ഉറക്കത്തിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതുപോലും നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ട് ഓരോരുത്തർക്കൊന്നും മനസ്സിലാവുന്നത്. ഇപ്പോൾ മരണത്തെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ പപ്പ ആക്സ് എന്നുള്ള ഒരു സംഘടന, അതിലേക്ക് പപ്പ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു മെമ്പറാണ്. അപ്പൊ അതിൽ വെച്ചിട്ടാണ് പപ്പ പോകുമ്പോൾ എന്നെ വിളിക്കും, നീ കൂടി വരുന്നുണ്ടോ ചോദിച്ചിട്ട്. ജസ്റ്റ് എനിക്കൊരു എക്സ്പീരിയൻസ് ഇതെങ്ങനെയാന്ന് പോലും അറിയാൻ ഞാൻ നിന്നിട്ടില്ല. അപ്പൊ അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി പപ്പ വായോ എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് കാണുന്നത്. അത് കുട്ടനല്ലൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ട് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാവുകയാണ്. ഒരു ഓട്ടോ ഇങ്ങനെ റോഡ് ക്രോസ് ഇങ്ങനെ ലൈക്ക് ഒരു സൈഡ് വഴിയിൽ നിന്ന് വരാണ്. ബൈക്ക് അവിടെ നിന്ന് വരുന്നുണ്ട്. ഒരു ഹൈവേ പോലെയുള്ള ഒരു അത്യാവശ്യം നല്ല റോഡാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല. ഈ ഓട്ടോ വരുന്നത് ആള് കണ്ടുമില്ല. ഓട്ടോയുടെ മുകളിൽ പോയിട്ട് ഇടിച്ചിട്ട് തല പൊളിഞ്ഞ പോലെയായിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ചോരയൊക്കെ നല്ലോണം ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും അല്ല ചിന്തിച്ചു വെച്ചിട്ടില്ലേ. ആ ഒരു ലെവലില് എന്താ പറയാ, ഞാൻ ഒരു ട്രോമ ഒരു ലെവലിലേക്ക് പോയ പോലെ ഇങ്ങനെയാണോ എന്നൊക്കെ ഒരു ലെവലിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സോഷ്യൽ വർക്ക് ഇതിലേക്ക് കയറിയതിന് ശേഷമാണ് ഇത് കൂടുതലായിട്ട് പരിചയമായി വന്നത്. ഇപ്പോൾ ഹോസ്പിറ്റൽ സെറ്റിങ്ങിലൊക്കെ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട വന്ന സമയത്താണ്. അപ്പൊ നമ്മൾ കേസ് സ്റ്റഡി അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കേസ് വർക്ക് അങ്ങനെ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മൾ ഓരോ സെഷനായിട്ട് നമ്മൾ ചെല്ലും. അപ്പൊ അവരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്ത് നമ്മൾ അവരായിട്ട് കുറച്ച് നല്ല മിങ്കിൾ ചെയ്തൊരു റിലേഷൻഷിപ്പ്, ഹെൽത്തി റിലേഷൻഷിപ്പ് നമ്മൾ വെക്കും. ആ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും ഇവരുടെ മരണവും കാര്യങ്ങളും സംഭവിക്കുക. നമുക്കതൊരു പെട്ടെന്നൊരു എന്താ പറയാ, ഇന്നലെ കണ്ടൊരാള് പോയി. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചെറിയ ചിലപ്പോൾ ഒരു 5 ദിവസം 6 ദിവസം അങ്ങനെ വന്നൊരു പരിചയമായിരിക്കും. എന്നിട്ട് പോലും നമുക്ക് ആ ഒരു വിഷമം അല്ലെങ്കിൽ വിഷമം എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു എമ്പത്തറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് എടുക്കാൻ പറ്റുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫാമിലിയുടെ ഒരു ഇതെടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ വിഷമം ഉണ്ടെന്ന്. അപ്പോൾ ആ ഫാമിലി ഇത്ര നാള് കൂടെ അവിടെ ഉണ്ടായിരുന്ന അവരുടെ ആളും മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്തോരം വിഷമം ഉണ്ടാവും എന്നുള്ളത് ആ ലെവലിൽ എനിക്ക് അപ്പോഴാണ് ശരിക്കും ചിന്തിച്ച് കിട്ടിയത് തന്നെ. എൻ്റെ ഒരു മരണത്തിന്റെ കൺസെപ്റ്റ് പറയുമ്പോൾ പെട്ടെന്ന് ലൈക്ക് ഒരു വേദന ഇല്ലാത്ത രീതിയിൽ മരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിലുള്ള ഒരാളാണ്. അത് ഞാൻ പണ്ട് തൊട്ടേ ഞാൻ പറയണ ഒരു ആളാണ്. എവിടെ ചോദിച്ചാലും ഞാൻ പറയും. അതായത് ഇപ്പോൾ എന്താ പറയാ, വേദനിപ്പിച്ച് മരിക്കരുത്, അതായത് കിടന്ന് മരിക്കരുത് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ള ആളാണ്. അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്, ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുത്തരുത് എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോ 19 വയസ്സ്. പക്ഷെ എൻ്റെ ഈ 19 വയസ്സിന്റെ ഇടയ്ക്ക് ഞാൻ നേരിട്ട് കണ്ട മരണങ്ങൾക്ക് കണക്കില്ല. കാരണം ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരുപാട് പേർക്ക് അറിയുമായിരിക്കും ആക്സ് ബ്രാഞ്ച്. നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതരം ഒരു അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ് ആക്സ് ബ്രാഞ്ച്. നമ്മുടെ തൊട്ടപ്പുറത്താണ് അതിന്റെ മെയിൻ ഓഫീസ്. ചെറുപ്പം തൊട്ടേ ഞാൻ അതിൽ വളണ്ടിയർ ആണ്. ഉപ്പ, ഉമ്മ, അനിയൻ എല്ലാവരും അതിൽ വളണ്ടിയേഴ്സ് ആണ്. അപ്പോൾ ഒരുപാട് സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്ന സമയത്ത് എൻ്റെ ഉപ്പയിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു അപകടമാണ് സൗമ്യ സിനിയ, വടക്കാഞ്ചേരി. അവിടെ കോളേജ് വിട്ട് വരുന്ന കുട്ടികളെ ബസ് ഇടിച്ചിട്ട് തലച്ചോറടക്കം അരഞ്ഞു പോയി എടുക്കുന്ന അവസ്ഥയായിരുന്നു. അന്ന് ഉപ്പ, എനിക്കത് കണ്ട് ഞാൻ ആദ്യം തലറങ്ങി വീണു. കാരണം ആ കണ്ടു നിൽക്കുന്ന ഒരാൾക്കും അതവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് എൻ്റെ ഉപ്പ അപ്പത്തിന് പോയിട്ട് അത് ഇപ്പൊ പഠിച്ച് ട്രെയിൻ ചെയ്തിട്ടുള്ള ആളാണ്. ആ തലച്ചോറ് വാരിയ കുട്ടികളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും. അതുപോലെ ചില അസുഖങ്ങൾ നമുക്ക് തലയ്ക്ക് അടി കൊണ്ടിട്ടുള്ള മരണമാണെന്നുണ്ടെങ്കിൽ ഒരു മെയിനായിട്ട് വരുന്ന പ്രശ്നമാണ് നമുക്ക് ഈ ഛർദ്ദിക്കുന്നത് വായക്കൂടെ ഭയങ്കരമായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ വായയ്ക്ക് ഇറങ്ങി പോവാതെ നോക്കണം. അതിലൊരു ഇതാണ് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ഛർദ്ദിക്കുന്നത് വായിൽ നിന്ന് കോരിയെടുക്കണം. ആള് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ കൈയിടുന്ന സമയത്താവും കടിക്കുക. പക്ഷെ എൻ്റെ ഉപ്പ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് ആ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ആളുടെ വായിൽ നിന്ന് ആ ഛർദ്ദിച്ചത് ഇങ്ങനെ കോരിയെടുക്കും. ഒരു അറപ്പും ഒരു വെറുപ്പും. കാരണം ഒരുപാട് മരണങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ കൂടെ പോകുന്ന സമയത്താവും ഉണ്ടാവുക. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മിനിഞ്ഞാന്ന് ആമ്പല്ലൂർ സ്ഥലത്ത് തോന്നുന്നു ബിജി എന്ന് പറഞ്ഞൊരു ചേച്ചി തലയിൽ ട്രക്ക് കയറിയിട്ട് മരിക്കണ്ടായി. അന്ന് ഞാന് എൻ്റെ ഇവിടെ ഉപ്പ എൻ്റെ ഇവിടുത്തെ ഫസ്റ്റ് ഡേ ആണ് എന്നെ ഇവിടെ ഇറക്കിയിട്ടാ പോയത്. അന്ന് ഉപ്പയ്ക്ക് ബിസിനസ് ആണ്. അന്ന് ഒരു ഡ്രൈവർ കൂടുതൽ. അപ്പോൾ ഡ്രൈവറിനോട് ഉപ്പ പറഞ്ഞു ആക്സിൽ ജോയിൻ ചെയ്യണം എന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇല്ല, എനിക്ക് ചോര പേടിയാ, തല കറങ്ങുമെന്ന് പറഞ്ഞു. അന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. ചേച്ചീനെ മുഖം കാണാനില്ല, വേറെ വണ്ടിയിലാരും കേറ്റില്ല. പക്ഷെ ഉപ്പ കച്ചവടത്തിന് പോകുന്ന വണ്ടിയാണ്. ആ വണ്ടിയിൽ ആ ചേച്ചീനെ എടുത്ത് കൊണ്ടുപോയി. അപ്പൊ ആ ചേട്ടന്റെ പേടി മാറി. അങ്ങനെ ഒരുപാട് മരണങ്ങളും, അത് നല്ല നല്ല മരണങ്ങൾ ഞാൻ കണ്ടത് കുറവാണ്. ഒരുപാട് മരണങ്ങൾ കണ്ടിട്ടുള്ളവർ പറയുകയാണെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് മരിക്കാതിരിക്കാനാണ് എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്.
കാരണം സിമ്പിൾ ആക്സിഡൻസ് പോലെയല്ല, വലിയ വലിയ ആക്സിഡൻസ് വരുമ്പോൾ ബ്രെയിനിൽ നമുക്ക് അത്രയും വേദന സഹിക്കും. ഈ തലച്ചോറിൽ നിന്നൊരു ബ്ലഡ് വരുന്നു ഫസ്റ്റ് ടൈം വരുമ്പോൾ അത് നല്ല തണുത്ത ബ്ലഡ് ആയിരിക്കും. അതുപോലെ മൂക്കിൽ നിന്നാണെങ്കിലും പെട്ടെന്നുള്ള സഡൻ ഡെത്തിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് കുറേ നേരം അനുഭവിച്ച് മരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനത്തെ ഒരുപാട് മരണങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി. ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ ലാസ്റ്റ് 6-ാമത്തെ ദിവസമാണ്. പിന്നെ അപ്പോൾ ഞാൻ BSc പഠിച്ചത് ഒരു പ്രൈവറ്റ് കോളേജിലായിരുന്നു. എൻ്റെ സ്ഥലം കണ്ണൂരാണ്. അപ്പോൾ അവിടുന്ന് മരണത്തിൻ്റെ ഓർമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ 3rd ഇയറിലൊക്കെയാണ് ICU പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഡേ ICU പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് എപ്പോഴും ആ മരണം അത് തന്നെയാണ് എപ്പോഴും ഓർമ്മ വരിക. ഫസ്റ്റ് പോസ്റ്റിങ്ങിൻ്റെ ഡേയിലും ഞാൻ കണ്ടത് അവിടെ ഒരു കാർഡിയാക് അറസ്റ്റ് ആയിട്ട് ഒരു പേഷ്യനെ കൊണ്ടുവന്നു. സഡൻ ഡെത്തായിരുന്നു. നമ്മളന്ന് CPR ഒക്കെ കൊടുത്തു. അതെനിക്കൊരു ഭയങ്കര ഷോക്കായിരുന്നു. പിന്നെ മരണം എന്ന് പറഞ്ഞാൽ ഒരു തണുത്ത ഓർമ്മ, അതായത് ആ ICUവിൻ്റെ ആ ഓർമ്മയാണ് എനിക്ക് എപ്പോഴും ഉണ്ടാവുക. ശ്രുതി പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി എടുത്തുകൊണ്ട് നമ്മൾ വിചാരിച്ചു ക്ലിനിക്കൽ എക്സ്പോഷർ അങ്ങനെ ആക്സിഡൻ്റ് ഒന്നും നമ്മൾക്ക് കൂടുതലായിട്ട് കാണേണ്ടി വരില്ല, അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളൊന്നും അറിയേണ്ടി വരില്ലല്ലോ, ബാക്കിയുള്ള ആസ്പെക്ട്സിൽ കമ്മ്യൂണിറ്റി ആസ്പെക്ട്സിലൊക്കെയുള്ള കെയർ കൊടുക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എടുത്തത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കാഷ്വാലിറ്റിയും വൈകുന്നേരത്തെ കാഷ്വാലിറ്റി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു നന്നായിട്ട് ബ്ലഡ് ഉള്ള ഒരു വൂണ്ടുള്ള പേഷ്യൻറ്റിനെ കാണാത്ത ഒരു ദിവസം ഉണ്ടാവില്ല. അപ്പോഴത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുത്തെ മെഡിക്കൽ ICU പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു എന്താണ് ഒരു തണുത്ത, എനിക്ക് വീണ്ടും മരണം ഓർമ്മ വന്നത് ഇവിടുത്തെ തണുത്ത ICU തന്നെയാണ്, മെഡിക്കൽ കോളേജിലെ ICU ആണ്. പിന്നെ അപ്പോൾ ഡെത്ത് കെയർ ഇപ്പം ഏറ്റവും കൂടുതൽ ഒരാളുടെ മരണം നടന്നു, അപ്പോൾ അവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതും അല്ലെങ്കിൽ ആ രോഗിക്ക് തന്നെ അവരുടെ മരണാന്തര എല്ലാ പിന്നെ അവരുടെ ബോഡിയിലുള്ള ബാക്കി ട്യൂബിങ്സ് മാറ്റുന്നതും എല്ലാ കെയറും എല്ലാ പരിചരണം അവിടുന്ന് കൊടുക്കുന്നതും നഴ്സുമാരാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുക. ബന്ധുക്കൾക്ക് ആശ്വാസം കൊടുക്കുന്നതും എല്ലാ നഴ്സുമാർ തന്നെയാണ്. അപ്പോൾ നഴ്സുമാർ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ തരത്തിലുള്ള മേഖലകളിലും അവർ കൂടുതലായിട്ട് അല്ലെങ്കിൽ ആഴത്തിലുള്ള അറിവും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നഴ്സുമാർക്ക് എന്തായാലും വ്യത്യസ്തമായിട്ട് വേറിട്ട് നിൽക്കുന്ന കഴിവ് തന്നെയുണ്ട്. മിക്ക നഴ്സുമാർക്കും പരമാവധി അതവർ പ്രയോജനപ്പെടുത്താറുമുണ്ട്. എനിക്ക് മരണത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ അത് നേരത്തെ ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഉറക്കത്തിൽ മരിക്കാനാണ് എനിക്കും താല്പര്യം. പെയിൻ ഒന്നും അറിയരുത്, അങ്ങനെയാണ് എൻ്റെ ഒരു ധാരണ. ഉറക്കത്തിൽ മരിക്കുമ്പോൾ ഐ ഹോപ്പ് ആ പെയിൻ ഒന്നും അറിയില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനാരെങ്കിലും മരിക്കുകയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ച് കിടക്കുക എന്നുള്ള ആ ഒരു ഫീലാണ് എനിക്ക് എപ്പോഴും ഉണ്ടാവാറ്. മോസ്റ്റ്ലി ഇങ്ങനെ ഡെത്ത് നടക്കുമ്പോൾ ഞാനിങ്ങനെ പോവാറില്ല, കാരണം എനിക്കിത് കണ്ടാൽ ഭയങ്കര വിഷമവും, ഞാനവിടെ നിന്ന് കരയും. അതിപ്പോൾ നമ്മുടെ ബന്ധുക്കാരല്ലെങ്കിൽ പോലും ഞാനത് മനസ്സ് തുറന്ന് കരയും. ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്, ഭയങ്കര വിഷമമായിട്ട് എപ്പോഴും ഉണ്ടാവാറ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കസിൻസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കളിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീടാണ് നമ്മുടെ ഫാമിലിയിലത്തെ എൻ്റെ അമ്മമ്മ മരിച്ചപ്പോഴാണ് അതിൻ്റെ എത്രത്തോളം വിഷമം ഉണ്ടെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഡിഗ്രി ചേർന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഇൻറ്റേൺഷിപ്പ് എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ എൻ്റെ ഒരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഉണ്ടെന്ന് അറിയണത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്തപ്പോഴാണ് എനിക്കിവിടെ മരണത്തിനെ പറ്റിയിട്ട്, അതിപ്പോൾ ചെറിയൊരു കുട്ടി തൊട്ടിട്ട് വലിയൊരു വയസ്സായിട്ടുള്ള ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ വരെ എന്തോരം സഫർ ചെയ്യണമെന്നുള്ളതും ആൾ മാത്രമല്ല സഫർ ചെയ്യണം, കൂടുതൽ ആ ഫാമിലിയിലുള്ളവർ. ഇപ്പോൾ ആ ഒരു ഡെത്ത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അനുഭവിക്കുന്നത് മൊത്തം ആ ഫാമിലിയിലുള്ള മെമ്പേഴ്സാണ്. അപ്പോൾ അതോടൊപ്പം ഇപ്പം ഞങ്ങൾ ആ ഒരാളിനെ തലേദിവസം വരെ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്നായിരിക്കും ആൾ ഡെത്തായി എന്നുള്ള കേസ് അറിയുന്നുണ്ടാവുക. അപ്പോൾ നമുക്കത് ഒട്ടും അക്സെപ്റ്റ് ആക്കാൻ പറ്റാത്തൊരു കേസ്. അപ്പോൾ ഞങ്ങളൊരു ദിവസം ക്ലാസ്സിൽ ഇരിക്കായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ജഗജൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആള് മരിച്ചു എന്നുള്ളൊരു വിവരം ഞങ്ങൾ അറിയണത്. ഞങ്ങൾക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും, കാരണം ഞങ്ങൾ അത്രയും ക്ലോസ് ആയിരുന്നു ആളുടെ അടുത്ത്. അപ്പോൾ അത്ര തലേദിവസം വരെ ആൾ ഓക്കെ ആയി പെർഫെക്റ്റ് ആയിട്ട് പോണ ഒരാൾ പെട്ടെന്ന് മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് തീരെ അക്സെപ്റ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ബന്ധത്തിലുള്ളവർ മാത്രമല്ല, നമ്മൾ ഇടപഴകണ ആരെങ്കിലും മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് അത്രയും വിഷമമുള്ള ഒരു കാര്യമാണ്. എനിക്ക് നോർമലി മരണത്തിന്റെ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. മുമ്പൊക്കെ മരണ വീട്ടിൽ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊല്ലണതില്ല, അത്രയും പേടിയായിരുന്നു. ഈവൻ ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഡെഡ് ബോഡി നമ്മുടെ സൈഡിൽ കൂടെ പോയില്ലേ, അപ്പോൾ എനിക്ക് പേടിയാ, എനിക്ക് അടുത്ത് നിൽക്കാൻ പറ്റില്ല, അപ്പൊ ഈ തലകറങ്ങുക അങ്ങനത്തെ ഒരു ഫീൽ വരും എനിക്ക്. ഇപ്പൊ ഇവിടെ വന്ന സമയത്ത് അമ്മയാണ് എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. അപ്പൊ ഒരുപാട് അങ്ങനെ പറയും, ഒരുപാട് ഡെത്തൊക്കെ കാണാമെന്ന് പറയും. അപ്പൊ തന്നെ കൈയും കാലൊക്കെ കുറച്ച് തുടങ്ങി.
ഇവിടെ വരണമെന്നില്ല, ആദ്യത്തെ ദിവസങ്ങളൊന്നും ഇവിടെ വരണമെന്നില്ല, ഒന്നുമില്ല. പിന്നെ ഇവിടുത്തെ വോളണ്ടിയേഴ്സും ഇവിടുത്തെ ഡോക്ടേഴ്സ് അവരൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പിന്നെയും വന്നു തുടങ്ങിയത്. ഇവിടെ വന്ന് ആദ്യം ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ IP വരില്ല. ആദ്യമൊക്കെ ഞാൻ ഇവിടെ OP യിലായിരുന്നു ഒരാഴ്ചത്തോളം. പിന്നെ സൈത മാമാണ് എന്നെ IP എന്നെ ക്ഷണിച്ചത്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് ആരും എന്നെ ഡെത്ത് കെയറിന് വായോ നിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്ന് നിൽക്കണേ. അപ്പോഴും വാതിലിൻ്റെ അവിടെ അങ്ങനെ നിൽക്കും, നോക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുമല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 1, 2 അല്ല, അത് കുറേ കഴിഞ്ഞ് കുറേ ഡെത്തുകൾ കണ്ട് കുറേ അച്ഛച്ചന്മാരെ കുറേ അറിയണ ആൾക്കാർ അങ്ങനെ കണ്ട് പിന്നെ ശീലമായതാണ്. അങ്ങനെയാണ് ഡെത്തിനുള്ള ഒരു പേടി എനിക്ക് മാറിയത്. അതുവരെ ഞാൻ മരിക്കാന്ന് പറഞ്ഞാലും വേറൊരാൾ മരിക്കാന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു സംഭവം, ഈ മരിച്ച വീട്ടിലൊക്കെ പെരുമാറാന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഇതിൽ ഞാൻ കുഞ്ഞിൽ ഒരു 7th ഒക്കെ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അപ്പാപ്പൻ മരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ ചുമ്മാ റൂമിൽ നിന്ന്, ചേട്ടന്മാരൊക്കെ ഉണ്ട്, റൂമിൽ നിന്ന് ചുമ്മാ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാപ്പൻ ജീവനോടെ ഇരുന്നപ്പോൾ ഹോസ്പിറ്റലൈസ്ഡൊക്കെ ആയിരുന്നപ്പോഴും ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. ആ സമയത്ത് വേറെ കളികളൊന്നുമില്ല, ചുമ്മാ അപ്പാപ്പനെ നോക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആരൊക്കെ നിന്നാലും ഡെയിലി ഞാൻ ഉണ്ടാവും. ബാക്കിയുള്ളവർ മാറിയല്ലേ വരിക. ഇപ്പോൾ നമ്മുടെ അമ്മ നിൽക്കും, മേമ്മ നിൽക്കും, വല്യമ്മ നിൽക്കും, അങ്ങനെ മാറി. അപ്പം ഞാൻ ഫുൾ ടൈം അപ്പാപ്പൻ്റെ ഒപ്പം. ഞാൻ പറയും ഞാൻ വീട്ടിൽ കയറി ഞാൻ അപ്പാപ്പൻ്റെ ഒപ്പം നിൽക്കുള്ളൂ. അങ്ങനെ നിന്ന് ഇപ്പോൾ സ്കൂളിൽ പോകണമെങ്കിലും രാവിലെ അവിടെ നിന്ന് തന്നെ റെഡി ആവുക, കുളിച്ച് അവിടെ നിന്ന് തന്നെ യൂണിഫോം മാറുക. ഇപ്പോൾ എനിക്കൊരു റിഗ്രറ്റ് ഇല്ല. അപ്പം മരിച്ചപ്പോഴും വീഡിയോ ഗെയിം കളിച്ചിരുന്നു, ഓക്കെ കുഴപ്പമില്ല. ഞാൻ ജീവനോടെ ലൈക്ക് അപ്പാപ്പൻ ജീവനോടെ ഇരുന്നപ്പോൾ ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ BSc പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ഒരു പ്രൊസീജിയറാണ് ഡെത്ത് കെയർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ലോഗ് ബുക്കിൽ സൈൻ വേണം. ഡെത്ത് കെയർ ചെയ്ത് മാഡത്തിനെ കാണിച്ച് ആ സൈൻ വേണം. നമുക്ക് എക്സാം എഴുതണമെങ്കിൽ അതിൽ സൈൻ വേണം. അപ്പോൾ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് കെയർ കിട്ടാനായിട്ട്, അതായത് നമുക്ക് സൈൻ കിട്ടണം, എങ്ങനെയെങ്കിലും ചെയ്ത് സൈൻ കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഡെത്ത് കുറവായിരുന്നു ആ സമയത്ത്. അപ്പോൾ മാഡം ഗ്രൂപ്പാക്കി തിരിച്ചിട്ട്, അപ്പോൾ അന്ന് ആ ഡെത്ത് കെയർ ചെയ്യുമ്പോഴും ഫസ്റ്റ് ടൈം ഒരു ബോഡി ടച്ച് ചെയ്യുമ്പോഴും ഒക്കെ പേടിയാണ് ഉള്ളിൽ. പക്ഷെ നമുക്കന്ന് അതൊരു പ്രൊസീജിയറായിരുന്നു. അത് ഡെത്ത് കെയർ നമുക്ക് ആ ലോഗ് ബുക്കിൽ കിട്ടാതെ എക്സാം എഴുതിക്കില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ആ ലോഗ് ബുക്ക് ഫില്ലാവാതെ എക്സാം ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഡെത്ത് കെയർ എന്നുള്ളത് അന്നത് ചെയ്യുമ്പോൾ അതൊരു പ്രൊസീജിയർ മാത്രമായിരുന്നു. പക്ഷെ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റാഫ് നേഴ്സിൻ്റെ ഒരു ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. സ്റ്റുഡൻ്റ് ആണ്, പഠിക്കുകയാണ്. നമ്മൾ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് പ്രൊസീജിയർ ചെയ്ത് കാണിക്കണം, റിപ്പീറ്റ് ചെയ്ത് കാണിക്കണം. അപ്പം നമുക്ക് എന്ത് പ്രൊസീജിയർ ആണെങ്കിലും അന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് പഠിക്കാനായി, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ആയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അന്ന് ആ ഡെത്ത് കെയർ ചെയ്യുമ്പോഴും ഫസ്റ്റ് ടൈം. പക്ഷേ സ്റ്റാഫ് നേഴ്സായിട്ട് കയറിയതിന് ശേഷം നമ്മൾ കുറേ ദിവസം കെയർ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ അമ്മ അല്ലെ അച്ഛ എന്നൊക്കെ മനസ്സറിഞ്ഞ്, ആക്ച്വലി നമ്മുടെ അച്ഛനും അമ്മയല്ല, പക്ഷെ നമ്മൾ അവരെ കെയർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ തന്നെ വിചാരിച്ചിട്ടാണ് അവരെ കെയർ ചെയ്യുന്നതും. എല്ലാ കാര്യങ്ങളും നമ്മൾ A to Z അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. നമ്മൾ ആ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അങ്ങനെ വിളിച്ചിട്ടായിരിക്കും കയറി ചെല്ലുക. അങ്ങനെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ 2-3 ദിവസമൊക്കെ കെയർ ചെയ്ത്, ചിലപ്പോൾ അടുത്ത ഷിഫ്റ്റിലൊക്കെ കയറുമ്പോൾ ചിലപ്പോൾ മുന്നേ കയറിയവർ പറയും അവർ ഡെത്തായിപ്പോയി. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അന്ന് ഫസ്റ്റ് നമ്മൾ ആ ഡെത്ത് കെയർ ചെയ്യുമ്പോൾ അതൊരു പ്രൊസീജിയർ ആയിരുന്നെങ്കിൽ പിന്നെ ഡെത്ത് എന്നുള്ളത് അത് നമ്മുടെ ആരുമില്ല, ചിലപ്പോൾ നമുക്ക് ബ്ലഡ് റിലേഷൻ ഇല്ല, അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കൂടെ ആ ഡെത്ത് നമ്മളെ കുറേ ഉള്ളിലേക്ക് എന്തോ ഒരു വേദന എപ്പോഴും തരുന്ന ഒരു കാര്യമാണ്. പിന്നെ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഡെത്ത് എന്ന് പറയുമ്പോൾ അധികം വേദനയില്ലാതെ, അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു മരണം. ഇവിടെ വന്നപ്പോഴായാലും കുറേ കിടക്കുന്ന ആൾക്ക് മാത്രമല്ല, നമ്മളെ നോക്കുന്ന ആളായാലും. അപ്പം ഇങ്ങനെ ഞാൻ വീട്ടിലും പോയി പറഞ്ഞു, മരിക്കുകയാണെങ്കിൽ പെട്ടെന്നങ്ങ്, അല്ലെങ്കിൽ ഇങ്ങനെ കിടന്നു പോകുന്ന അറിയുന്ന ഒരു നിമിഷം ഉണ്ടെങ്കിൽ അതിന് മുമ്പേ നമ്മൾ ഇല്ലാതാവുകയാണ് നല്ലത്. അതായത് നമ്മൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ സഫർ ചെയ്യുന്ന. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അതൊന്നും കൂടെ ഒരുപാട് ആവാതെ അങ്ങനെ ഒരു മരണമായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എനിക്ക് ചെറുപ്പത്തിൽ എൻ്റെ അമ്മമ്മ മരിച്ച സമയത്ത് എനിക്ക് എന്താ പറയുക, എന്താണ് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. പക്ഷെ ആളുണ്ടായിരുന്നു, ഇപ്പം ഇല്ല, ഇപ്പം ഇങ്ങനെ കിടക്കണു, അങ്ങനെ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാനൊരു 3rd സ്റ്റാൻഡേർഡിലൊക്കെ ആയിരുന്നു. അപ്പം അത്രയും വലിയൊരു അറിവില്ല എന്താണ് സംഭവിക്കണേ. പക്ഷെ പിന്നീട് മമ്മിയോട് ചോദിക്കുമ്പോൾ, കാരണം ആളെനിക്ക് ഭക്ഷണമൊക്കെ വാരി തരുമായിരുന്നു. നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പം എനിക്കതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എപ്പോൾ
എന്നെ സംബന്ധിച്ച് ഈ ഡെത്ത് ഉണ്ടായതിനു ശേഷം പിന്നെ എന്തോ ഒരു ഭയം ഉള്ളിലുണ്ട്. കാരണം എനിക്ക് ആക്ച്വലി ചെറുപ്പത്തിൽ നമ്മളെ പഠിപ്പിക്കും ഇങ്ങനെ ഗോസ്റ്റ് വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് പേടിയായിരുന്നു. എനിക്ക് ലിറ്ററലി ഞാൻ ഫ്യൂണറലിൽ ഒന്നും പോകാറില്ല. എനിക്ക് ഇപ്പോഴും ഭയമില്ല എന്ന് പറയാം, പൂർണ്ണമായിട്ട് പോയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, എനിക്കുണ്ട് ആ ഭയം ഇപ്പോഴും ഉള്ളിലുണ്ട്. പക്ഷേ എന്നാലും ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. അതിനുശേഷം പിന്നെ ഞാൻ ഡെത്ത് കണ്ടിരിക്കുന്നത് എൻ്റെ അപ്പാപ്പൻ്റെയാണ്. അദ്ദേഹം ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവററ്റ് പേരക്കുട്ടി ഞാനാണെന്ന് പറഞ്ഞിട്ട് അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജനുവരി 20th. അതിനുശേഷം ഒരു 23rd ആയപ്പോൾ അദ്ദേഹം മരിച്ചു. അന്ന് 20th ഞാൻ ലാസ്റ്റ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നെ ബ്ലസ് ചെയ്തിരുന്നു. ഇത്രയും വർഷമായിട്ട് അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്തൊന്നും അങ്ങനെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യല്ലാണ്ട് വേറെ ഒന്നും അദ്ദേഹം ചെയ്തിരുന്നില്ല. പക്ഷെ അന്നത്തെ ദിവസം അദ്ദേഹം എന്നെ ബ്ലെസ് ചെയ്തിരുന്നു. നിന്റെ ലൈഫ് എപ്പോഴും ഒരു സക്സസ്ഫുൾ ആയിരിക്കുള്ളൂ അങ്ങനെ പറഞ്ഞ് എന്നെ ബ്ലെസ് ചെയ്തു. അന്ന് എന്തോ എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ലാസ്റ്റ് ബ്ലെസ്സിങ് ആണെന്നുള്ളൊരു ഫീലിംഗ് ഉള്ളില് എനിക്ക് അന്ന് ഞാൻ അത്രയും ഒരു 10th or 11th സ്റ്റാൻഡേർഡിലാണ്, പക്ഷെ എനിക്ക് അതങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്നത് എനിക്ക് എന്തോ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഉള്ളിൽ തോന്നുന്നുണ്ട്. 23rd ആയപ്പോൾ അദ്ദേഹം മരിച്ചു. പിന്നീട് എനിക്ക് ഒരു ഇങ്ങനെ ഒരു ഡെത്ത് കേസിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ വന്നിരിക്കുന്നത് സോഷ്യൽ വർക്ക് എന്നൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുമ്പോഴാണ്. കാരണം ആ കോഴ്സ് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ഹോസ്പിറ്റലിൽ നമ്മൾ സെറ്റിങ്സ് വർക്ക് ചെയ്യണം. ഇവിടെ പ്രത്യേകിച്ചും എൻ്റെ ഫസ്റ്റ് ഇയറിൽ എനിക്ക് സെക്കൻഡ് സെം ഇവിടെയാണ് ഇന്റേൺഷിപ്പ്. അപ്പോൾ ഇവിടെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം ആദ്യം കണ്ട കുട്ടി തന്നെ ഒരു 17 വയസ്സുള്ള കുട്ടിയാണ്, ക്യാൻസർ പേഷ്യൻ്റ് ആണ്. ആ കുട്ടി ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചു. ഒരു 2 ദിവസം കഴിഞ്ഞ് ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു, ചേച്ചി ഇനിയും വരണം കേട്ടോ. ഞാൻ വരാം ഡെഫിനറ്റ്ലി. എനിക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്, എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി മരിച്ചു. അന്ന് എനിക്ക് ഭയങ്കര ഷോക്കായി. അത് മാത്രമല്ല എനിക്ക് ഫിമസ് സിസ്റ്റർ ആണ് എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നത്. കാരണം എനിക്ക് ഭയങ്കര വിഷമായി ആ കുട്ടി മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ. അന്ന് അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇതൊക്കെ റിയാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നീട് ഒരു പ്രാവശ്യം ഒരു ഡെത്ത് കേസ് ഞാൻ ശരിക്കും എന്താ പറയുക, ഈ ഡെത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫിമസ് സിസ്റ്റർ തന്നെയാണ് എന്നെ വിളിച്ചത്. അന്ന് എനിക്ക് ശരിക്കും പേടിയായിരുന്നു. ഒരു അമ്മേനെയാണ്, ഒരു ആള് മരിച്ചു കഴിഞ്ഞ് അവൾക്ക് വേണ്ട ഡെത്ത് കെയറിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ അന്ന് ആരും സിസ്റ്റേഴ്സ് വേറെ ഉണ്ടാവില്ല. അപ്പൊ എന്നെ വിളിച്ചു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ലിറ്ററലി. കാരണം എന്നോട് പറഞ്ഞു നമ്മൾ ഇവിടെ, എനിക്ക് അറിയണതില്ല എന്തിനാണ് ഈ കോട്ടൺ ഇവിടെയൊക്കെ വെക്കുന്നത്, ഇവിടേക്ക് എനിക്ക് അതിന്റെ ഒട്ടും ധാരണയില്ലാത്തൊരു കുട്ടി. അപ്പൊ ഞാൻ എന്തിനാണ് വെക്കണേന്നൊക്കെ ചോദിച്ചു സിസ്റ്റർ അടുത്ത്. സിസ്റ്റർ പറഞ്ഞു ബ്ലഡ് ഒക്കെ വരും, അങ്ങനെ വരും. എന്നെ പേടിപ്പിച്ചു ശരിക്കും. എന്നിട്ട് ഞാൻ പേടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ആളെ അസിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ എനിക്കറിയായിരുന്നു എന്താ പറയാ, കൂടെ നിൽക്കുന്ന റിലേറ്റീവ്സിന് പോലും ആ ഒരു വിഷമം താങ്ങാണ്ട് നമ്മൾ എന്തവരോട് സംസാരിക്കുന്നതായിരുന്നു എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തവരോട് സംസാരിക്കും, എങ്ങനെ അവരടുത്ത് അറ്റംപ്റ്റ് ചെയ്യും. അങ്ങനെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കാര്യങ്ങൾ പഠിച്ചത്, എനിക്ക് അമൃത മാം ഇങ്ങനെ ഡെത്ത് കേസിന് പോകുമ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കുന്നതും ഈ ഡെത്ത് ആയ ശേഷം അവരുടെ റിലേറ്റീവ്സിനോട് സംസാരിക്കുന്നത് കണ്ട് ഞാൻ പഠിക്കുക ചെയ്തത്. ഇങ്ങനെയാണ് നമ്മളൊരു കാര്യം അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ബട്ട് സ്റ്റിൽ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ഭയമാണ്. പിന്നെ ഇവിടെ കിടക്കുന്ന പേഷ്യൻസിനെ കാണുമ്പോൾ ഞാൻ അവരെ അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴും അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ പേരൻസിനെയാണ് എനിക്ക് ഓർമ്മ വരിക. ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്നെ സംബന്ധിച്ച് മരണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഞാൻ മരണ വീട്ടിലൊന്നും തീരെ പോവില്ല. പോയാൽ തന്നെ അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ BP ഒക്കെ ഭയങ്കരമായിട്ട് കുറയും, ഞാൻ തല ഇറങ്ങി വരും, ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് പരമാവധി മരണ വീട്ടിലൊന്നും തന്നെ ഇങ്ങനെ പോവാതെ എൻ്റെ വീട്ടുകാരിങ്ങനെ മാറ്റി നിർത്തും. എന്നെ സംബന്ധിച്ച് ഞാൻ ശരിക്കും ഒരു മരണ വീട്ടിലിരിക്കണത് ഞാൻ 8ൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മാമ്മ മരിക്കണ സമയത്താണ്. അന്നും അമ്മാമ്മ മരിച്ചിരിക്കുന്ന സമയത്ത് പോലും എന്നെ അധികം വീട്ടുകാർ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടില്ല. ഞാൻ ലാസ്റ്റ് ഈ അന്ത്യചുംബനം കൊടുക്കാൻ നേരത്തെ എങ്ങാണ്ടാണ് അമ്മാമ്മയുടെ അടുത്ത് ഞാൻ ശരിക്കും പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് അത്ര വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. നൈറ്റൊക്കെ എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ വർഷം തന്നെയാണ് എൻ്റെ അപ്പയും മരിക്കണത്. അന്നാണ് ഈ മരണം എന്നുള്ള സംഭവം എത്രത്തോളം ഒരാളെ ഇമോഷണലി ഡൗൺ ആക്കും എന്നുള്ള സംഭവം ഞാൻ അറിഞ്ഞത്. അന്ന് എൻ്റെ അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. അമ്മ ആകെ ഇങ്ങനെ വയ്യാണ്ട് ഇങ്ങനെ വീഴുന്നുണ്ട്. എനിക്കാണെങ്കിൽ അമ്മേൻ്റെ അടുത്ത് പോയിരിക്കണം എന്നുണ്ട്. അനിയത്തിയാണെങ്കിൽ അന്ന് കുഞ്ഞാ. അപ്പോൾ ഇവളുടെ അടുത്തും പോയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോന്ന് വന്ന് പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ അമ്മ ഗൾഫിലായതുകൊണ്ടും ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ഞാൻ കുറച്ചും കൂടി കണക്റ്റഡ് ആയിട്ടുള്ളത് അപ്പയായിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം എൻ്റെ മനസ്സിനെ ഒന്ന് പറഞ്ഞ്
അപ്പം പോയി എന്നുള്ളതൊന്നും മനസ്സിലാക്കാനായിട്ട് എന്നെയും കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ പറയണു. എനിക്ക് എന്നിട്ട് ലാസ്റ്റ് അപ്പയ്ക്ക് ഇങ്ങനെ അന്ത്യചുംബനം കൊടുക്കാൻ പോകുമ്പോൾ പോലും എന്നെയും കൊണ്ട് പറ്റണില്ല. അപ്പയ്ക്ക് കൊടുക്കാൻ പറ്റണില്ല. അന്നാണ് എനിക്ക് ശരിക്കും ഞാൻ സാധാരണ ഇങ്ങനെ ആരെങ്കിലും മരിച്ച വീട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ആള് ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ നോർമലി അവരോട് പറയാറുള്ളൊരു കാര്യം, എന്തായാലും ടൈം ആകുമ്പോൾ എല്ലാവരും പോവും, അതിന് വെച്ച് ഇങ്ങനെ കരയേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയാണ് ഞാൻ എല്ലാവരോടും ചോദിക്കാറ്. പക്ഷെ അത് കാരണം എനിക്കത് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു 3-4 മാസത്തോളം ഞാൻ ആകെ ഡൗൺ ആയിരുന്നു. എന്നും ഹോസ്പിറ്റലായിരുന്നു. എൻ്റെ വീട്ടുകാർ എന്നെയും കൊണ്ട് സത്യം പറഞ്ഞാൽ മടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓക്കെ വന്ന് അതിനുശേഷം ഡിഗ്രിക്ക് ഞാൻ പോയി. ഡിഗ്രിക്ക് പോയി 3rd ഇയർ സമയത്താണ് ഞാൻ ഇവിടെ വന്നത്. വന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനിവിടെ എല്ലാവരുടെ അടുത്ത് ഒരു മിനിറ്റ് ഞാൻ ഒരാൾക്ക് സൗകര്യം കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നടക്കും. പിന്നെ ഒരു ദിവസം ഞാൻ ലീവ് കഴിഞ്ഞപ്പോൾ ഞാൻ അമൃതേച്ചിയോട് പറഞ്ഞു, ഞാൻ ഇന്ന് വരുന്നില്ല, അതിന് പകരം ഞാൻ സൺഡേ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വന്ന സമയത്ത് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ എന്നോട് പറഞ്ഞു, നീ ഫുഡൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ വേഗം ഫുഡ് കഴിച്ചോ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇന്നൊരു മരണം ഉണ്ടാവുമെന്ന്. ഞാൻ അയ്യോ ഇവരെന്തിങ്ങനെ സിമ്പിളായി പറയണേ. എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഇമോഷണലി ഭയങ്കര ഇതായിട്ടുള്ളൊരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് ആ സിസ്റ്റർ പോയി, പുഷ്പ സിസ്റ്റർ വന്നു. പുഷ്പ സിസ്റ്റർ വന്ന സമയത്തൊക്കെ ഞങ്ങളുടെ കൂടെ ആ അമ്മാമ്മയുടെ കൂടെ ഉണ്ട്. പിന്നെ വേറൊരു ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 11 മണി സമയത്ത് ഞങ്ങളൊക്കെ ആ റൂമിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആ അമ്മാമ്മ മരിച്ചത്. അപ്പോൾ എനിക്കാകെ അയ്യോ, ഞാൻ ഇതുവരെ മരണം നേരിട്ട് കാണാത്ത ഒരാളാണ്. ഞാൻ ആകെ എന്തോ പോലെ, എൻ്റെ ശരീരമൊക്കെ ആകെ തളർന്ന പോലെ അങ്ങനെ എന്തൊക്കെയോ. ആ അമ്മാമ്മയുടെ മോനുണ്ട് കൂടെ. ആ ടൈമിൽ തന്നെ സിസ്റ്റർ എന്നോട് ചോദിച്ചു, നീ ഡെത്ത് കെയർ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു. പറഞ്ഞില്ല. എന്നാൽ ഭാവി നമുക്ക് ചെയ്യാമെന്ന്. മരണ വീട്ടിൽ പോവാൻ പേടിയുള്ള എൻ്റെ അടുത്ത് തന്നെ അത് ചോദിച്ചത്. ഞാൻ സിസ്റ്റർ എനിക്ക് പേടിയാണ്. അത് കുഴപ്പമില്ല, ഞങ്ങളൊക്കെ ഇല്ലേന്ന് പറഞ്ഞു. എനിക്ക് ഗ്ലൗസും എന്തൊക്കെയോ തന്ന് ഞാനവിടെ മാറുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. അതായത് സിസ്റ്ററിൻ്റെ പഞ്ഞിയും ഇതൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. സിസ്റ്റർ ആ മോനോട് ചോദിക്കണു, അച്ഛനോട് ചോദിക്കുന്നുണ്ട് അമ്മേനെ കുളിപ്പിക്കണോ. പറഞ്ഞു വേണ്ട, ഞങ്ങൾ രാവിലെ കുളിപ്പിച്ചാന്നൊക്കെ പറയണു. ആ അച്ഛനും ഭയങ്കര സ്ട്രോങ് ആയിട്ട് സിസ്റ്ററിൻ്റെ കൂടെ ഞാനും മാറി നിൽക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അച്ഛനും സിസ്റ്റർ തന്നെയാണ് ചെയ്തത്. ഞാൻ ഇങ്ങനെ പഞ്ഞിയും ബോക്സും കൊണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടല്ലാണ്ട് എനിക്കത് അങ്ങോട്ട് സത്യം പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഈ അച്ഛനെ പുഷ്പസിസ്റ്റർ എന്നിട്ട് അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾ മാറി നിന്നപ്പോൾ ആൾ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ലക്കിയാണ്. എൻ്റെ ഭാര്യ മരിച്ചപ്പോഴും ഞാൻ തന്നെയാണ് അവളുടെ എല്ലാ കാര്യം ചെയ്തത്. അപ്പം അമ്മ മരിച്ചതും അപ്പം ഞാൻ ആലോചിച്ചു, ഈ ആണുങ്ങളൊക്കെ എന്താ ഇങ്ങനെ, ഇവർക്ക് സങ്കടം വരത്തില്ലേ? ഞാൻ എല്ലാം മരണ വീട്ടിൽ പോയാലും ബോയ്സൊക്കെ ഇങ്ങനെ മാറുന്നതെല്ലാം ചെയ്യണ കണ്ടിട്ടുണ്ട്, ഗേൾസ് അവിടെ ഇരുന്ന് കരയണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നതും അച്ഛൻ. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവരുടെ ഉള്ളിൽ ഭയങ്കര സങ്കടമുണ്ട്. അത് അവർക്ക് എക്സ്പോസ് ചെയ്യാനും പറ്റാത്തൊരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അത് ഡെത്ത് കെയർ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് അന്ന് അത് എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. അന്ന് ഫുള്ള് എല്ലാവരും ഭയങ്കര തിരക്കായിരുന്നു. ഇങ്ങനെ ഡിസ്ചാർജ് ഷീറ്റ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതണം, ഭയങ്കര തിരക്കിലായിരുന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് അനിയത്തിയോട് അമ്മയോട്, അമ്മ ഞാൻ ഡെത്ത് കെയർ ചെയ്തു. എനിക്കത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അതിന് ശേഷം എനിക്ക് മരണ വീട്ടിൽ പോകുമ്പോൾ തീരെ പേടിയില്ല. ഞാൻ ഭയങ്കര അതിനുശേഷം എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്മ മരിച്ചു. ആ ടൈമിലൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാവരെക്കാളും കൂടുതൽ നിന്ന് ഞാൻ തന്നെയാണ് എല്ലാം ആളുടെ കൂടെ നിന്ന് ചെയ്തു കൊടുത്തത്. ആളെ കുളിപ്പിക്കാനായാലും എല്ലാത്തിനും ഞാൻ തന്നെ നിന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ഇതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ കൂടെ നിൽക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചത്. എനിക്ക് ഒരു നഴ്സുമാർ ഡെത്ത് കെയർ കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ സിസ്റ്ററാണ് അത് പറയുകയും ചെയ്തത്. ഡോക്ടർമാരത് സർട്ടിഫൈ ചെയ്ത് പോയാൽ മതിയല്ലോ. എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധം തോന്നാറുള്ള സന്ദർഭമാണ് ഇവിടെ വന്നിട്ട് പേഷ്യൻ്റ് എക്സ്പയർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ പിന്നെയാണ് ഇവരുടെ ഒരു പണിയെന്ന് നടക്കുന്നത്. ഓരോ കത്തീഡർ മാറ്റൽ, കാനില മാറ്റൽ, റൈസ് ട്യൂബ് എടുക്കൽ, അത് കൂടെ ആദ്യം എന്താണ് അസൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ടാപ്പ് ചെയ്ത് കളഞ്ഞ് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ആ ഒരു ചേതന ഇല്ലാത്ത ആ ഒരു ശരീരത്തിൻ്റെ മേലെ അതിൻ്റെ മീതുള്ള ആ പണിയുണ്ടല്ലോ,
അതെനിക്ക് തോന്നുന്നുണ്ട് ഇവർക്ക് എന്തൊക്കെയോ ഒരു സിദ്ധികൾ അത് കൂടെ കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. ഇവരെങ്ങനെ ശരിയാക്കി എടുക്കുന്നുണ്ടല്ലോ. ഡെത്ത് കെയർ എന്നുള്ളത് അത് വല്ലാത്തൊരു അനുഭവമാണ് ശരിക്കും. ഒരു കണക്കിന് നിങ്ങൾ ഭാഗ്യം ചെയ്ത് വരാൻ ശരിക്കും അത് ചെയ്യുന്ന ആൾക്കാർ. കാരണം ഏറ്റവും അവർക്ക് കൊടുക്കാവുന്ന അവസാനത്തെ റൈറ്റ്സ് ആണത് അല്ലേ? അത് വൃത്തിയായിട്ട് ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നമിക്കുന്നു. ചെറുപ്പക്കാരും നമ്മുടെ അത്ര പ്രായമുള്ളവരും മരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴുള്ള ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് എനിക്ക് തോന്നി. കാരണം അവരെല്ലാവരും ഏതാണ്ട് പറഞ്ഞത് മറ്റുള്ളവർ മരിക്കുന്നത് എങ്ങനെ അവരെ അഫക്റ്റ് ചെയ്തു എന്നുള്ളതിനെ പറ്റിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എൻ്റെ ചിന്ത പോകുന്നത് ഞാനെങ്ങനെ മരിക്കണം എന്നുള്ളതിനെ പറ്റിയും അതുപോലെ മറ്റുള്ളവർ അവരവരെ എങ്ങനെ മരിക്കണം എന്നുള്ളതിനെ പറ്റിയുമാണ്. ഓരോ മനുഷ്യനും അവനവൻ്റെ മരണം എങ്ങനെ കാണണം, പ്രത്യേകിച്ച് മരണം അധികം താമസിയാതെ സംഭവിക്കും എന്ന് ചിന്തിക്കുന്നവർ കുറച്ചും കൂടെ നേരത്തെ തന്നെ അതിന് പ്രിപ്പയർഡ് ആവുന്നതും വളരെ കൂളായിട്ട് അതിനെ അഭിമുഖീകരിക്കുന്നതും അവരെ അതിനെങ്ങനെ പ്രാപ്തരാക്കാം എന്നുള്ളതിനെപ്പറ്റി ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ആ ഒരു ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നതും. ഈ വിക്ടർ ഹ്യൂഗോ പാവങ്ങൾ എന്നുള്ള ബുക്കിൽ റാങ്ക് വാൻ റാങ്കിൻ്റെ മരണത്തിന് മുമ്പുള്ള ചിന്തകൾ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ ചിന്തിക്കുന്നത് ലോകത്ത് ഏജ് അനുസരിച്ച് 2 തരം ആൾക്കാരുണ്ട്. ചെറുപ്പക്കാരെ എപ്പോഴും മുന്നോട്ട് ഉള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രായമായ ആൾക്കാർ നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്, അവർ റിട്ടേൺ ജേണിയിലാണ്. അപ്പോൾ അത് വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവേണ്ട ഒരു ഇല്ല. അത് മനസ്സിലാക്കി വേണം മരിക്കുന്ന ഒരു മരണത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധരായവർ ചിന്തിക്കാൻ എന്നുള്ള രീതിയിൽ ഒരു പേജ് മുഴുവനുണ്ട് അതിൽ. അതുപോലെ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസിൽ പ്രിൻസ് ആന്ദ്രെ, അദ്ദേഹം നെപ്പോളിയൻ്റെ പീരങ്കിയിലെ ഷെല്ലേറ്റ് നിലത്ത് ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന കുറേ കാര്യങ്ങൾ ടോൾസ്റ്റോയ് വിവരിക്കുന്നുണ്ട്. ഈസ് ഫേസിങ് ഡെത്ത്, മരിക്കുകയാണെന്നുള്ള വിളിക്ക് ഇങ്ങനെ വളരെ പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഡോണ്ട് നോ വെദർ ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ഹൗ ടോൾസ്റ്റോയ് ഗോട്ട് ഇറ്റ് എനിക്കറിയില്ല. പക്ഷേ അപ്പോഴേക്കും നെപ്പോളിയൻ വന്നു, ഇയാൾ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് ട്രീറ്റ് ചെയ്തു. അയാൾ വീണ്ടും 2ാമത്തെ പ്രാവശ്യം വളരെ കഷ്ടപ്പെട്ട് വീണ്ടും ഇതുപോലെ വൂണ്ടുണ്ടായും സഫർ ചെയ്തു. ബട്ട് അഗൈൻ ലാസ്റ്റ്ലി ഹി ഡൈസ് പീസ്ഫുള്ളി. സോ ദിവാകരൻ പറഞ്ഞാൽ ലാസ്റ്റിൽ എല്ലാവരും ഡെത്തിനെ അഭിമുഖീകരിക്കുന്നത് വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഇതിലാണെന്ന് വേണം വിചാരിക്കാൻ. അതിനെപ്പറ്റി കാതറിൻ മാനിക്സ് എഴുതിയ ഒരു സെൻറ്റൻസ് ഞാൻ ദിവാകരന് അയച്ചു തന്നിരുന്നു. നോർമൽ ഡെത്ത് ഈസ് ലെസ് പെയിൻഫുൾ ദാൻ നോർമൽ ഡെലിവറി. എല്ലാവരുടെയും മരണം ഒരുപോലെ അല്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. മരണത്തെ വീക്ഷിക്കുന്നതും നമ്മളെങ്ങനെയാണ്? സ്റ്റാലിൻ്റെ ഒരു പ്രസ്താവന, മാസ് ഡെത്ത് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഡിവിജ്വൽ ഡെത്ത് ഈസ് എ ട്രാജഡി. അപ്പോൾ എനിക്കറിയുന്ന ഒരാളുടെ മരണം എന്നെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമാണ്. അയാൾ എത്രമാത്രം എന്നോട് ബ്ലഡ് റിലേറ്റഡ് ആണോ അതിനനുസരിച്ച് ദുഃഖത്തിൻ്റെ തീവ്രത കൂടും. അല്ലാത്ത കുറേ പേര് മരിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ കിടന്ന് ബർക്കറ്റ്സ് ലിംഫോമായിട്ടൊരു 13 വയസ്സുള്ള കുട്ടി മരിച്ചല്ലോ. അത് കുട്ടിയെ കാണാൻ ഞാൻ പോയില്ല. ഞാൻ കുട്ടിയെ കാണാമെന്ന് ഞാൻ പോന്നപ്പോൾ സനി എന്നെ തടഞ്ഞു. മാഷ് അത് പോയി കാണാൻ വയ്യ. അപ്പോൾ കണ്ടിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ചിന്തിക്കും എന്നുള്ളതും, കാണാതെ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? ബർക്കറ്റ്സ് ലിംഫോമ അല്ലേ. കാരണം കുട്ടിയുടെ മരണം ഞാൻ കണ്ടില്ലല്ലോ, കുട്ടിയെ ഞാൻ കണ്ടില്ലല്ലോ, കേട്ടുള്ളൂ മരണം. തൊട്ടപ്പുറം എന്നെ കടത്തിവിടാഞ്ഞ് എന്നോട് കാണാൻ അനുവദിക്കാഞ്ഞ് ഇവിടുത്തെ സനി എന്ന് പറയുന്ന നേഴ്സാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ബർക്കറ്റ്സ് ലിംഫോമ ഒരുപാട് മരണങ്ങൾ ആഫ്രിക്കയിൽ നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ സയൻസ് ആണ് ഞാൻ ആലോചിച്ചത്. അത് ഈസ്റ്റീൻ ബാർ വൈറസ് ഉള്ള ഒരു മലേറിയ റിഡനായ ഏരിയയിൽ ആ രീതിയിൽ ബർക്കറ്റ്സ് ലിംഫോമ വളരെ കൂടുതലായിരുന്നു. അങ്ങനെ മരണങ്ങൾ നടന്നു. ബർക്കറ്റ് 16 ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ ഒരുപാട് ആശുപത്രികൾ കയറി ഇറങ്ങി ഒരൊറ്റ ക്യാൻസറിൻ്റെ ഡെത്തുകളെ കുറിച്ച് പഠിക്കാൻ. അതിനെപ്പറ്റി എഴുതുമ്പോൾ തമാശ രൂപത്തിലാണ് എഴുതിയിരുന്നത്. ബർക്കറ്റ്സ്
ആഫ്രിക്കൻ ക്യാൻസർ സഫാരി എന്നാണ്, മനസ്സിലായത്. അപ്പോൾ ആ മരണങ്ങൾ നമ്മളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കണം ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ കൊണ്ടുപോയിരുന്ന കാലത്ത് ചില കോളിളക്കങ്ങൾ അല്ലെങ്കിൽ കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ കുറച്ച് കാർഗോ പുറത്തേക്ക് കളയണം. അതിൽ പുറത്തേക്ക് കളഞ്ഞിരുന്ന മുഴുവൻ ഈ ആഫ്രിക്കക്കാരെയാണ്. ആ ജീവനോടെ അവരുടെ മരണത്തിൽ ഈ വെള്ളക്കാരന് യാതൊരു ദുഃഖം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, വെള്ളക്കാരനത് ലാഭകരമാണ്. കാരണം ഒരു അടിമനെ കൊണ്ടുപോയിട്ട് അവിടെ എത്താഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടും. ആ ഇൻഷുറൻസിൻ്റെ കാശ് അടിമയുടെ ഉടമയ്ക്ക് കിട്ടും. അതുകൊണ്ട് മരണം ഒരു ലാഭകരമായ ഒരു കാര്യം കൂടിയാവുന്നുണ്ട് അവിടെ, ഇല്ലേ? എന്തിന്? ബംഗാൾ ഫാമിൻ നടക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഗോതമ്പ് മറ്റ് ധാന്യങ്ങളും നിറഞ്ഞ കപ്പൽ അടുക്കേണ്ടതില്ല എവിടെ? കൽക്കട്ടയിൽ. തിരിച്ചുവിട്ടു UK-യിലേക്ക്. ഓർഡർ ചർച്ചിലിൻ്റെയാണ്. അപ്പോൾ ഇത്രയും മരണങ്ങൾ നടന്നു ബംഗാളിൽ, വീണ്ടും മരണം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ആഫ്റ്റർ ഓൾ ഇന്ത്യൻസ് എന്നാണ് ചർച്ചിലിൻ്റെ. അപ്പോൾ ഗാന്ധി എന്ത് പറയുമെന്നൊരാളുടെ ചോദ്യം വന്നു, ഹാസ് ഗാന്ധി നോട്ട് യെറ്റ് ഡൈഡ് എന്നാണ്. ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അയാൾ മരിച്ചില്ല ഇതുവരെ. അപ്പോൾ ആ മരണത്തെ നമ്മൾ നമ്മുടെ ഇതല്ലാത്ത മരണങ്ങളെ, നമ്മുടെ ബന്ധത്തിൽപ്പെട്ടവരുടെ മരണങ്ങളെ, നമുക്ക് ദൂരെ കുറേ പേര് മരിക്കുമ്പോൾ എന്താണെന്നോ, കൊയിനയിൽ ഉണ്ടായിരുന്ന ഭൂമി ഉൽക്കത്തിൽ 367-400ഓളം പേരെ ആളുകളെ ഒന്നിച്ചൊറ്റ കുഴിയിലിട്ട് മൂടിയതിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ആൾ ഇവിടെ ഈ ചെമ്പുക്കാവ് താമസിച്ചിരുന്നല്ലോ. ഒരാളും കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം അത്തരം മരണങ്ങൾ നമ്മളുടെ മുകളിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വേറെയാണെന്ന് തോന്നുന്നു. കോവിഡ് കാലത്തുണ്ടായ മരണമായാലും പഴയ കാലത്തുണ്ടായ മഹാമാരികളുടെ മരണങ്ങളായാലും ശരി, പ്ലേഗ് പിടിച്ചിട്ട് ഒരുപാട് പേര് മരിച്ചിരുന്നല്ലോ, കൊളറ പിടിച്ചിട്ട് മരിച്ചിരുന്നല്ലോ, ഇല്ലേ? അതൊക്കെ നമുക്ക് വെറും ചരിത്ര സംഭവങ്ങളാണ്. അതേസമയത്ത് കൺമുമ്പിൽ നടക്കുന്ന മരണം, മരിക്കണമെന്നില്ല, മരിക്കാൻ എത്തിയൊരു കുട്ടിയുടെ 3 വയസ്സുള്ള ഒരു കുട്ടി ഇവിടെ വന്നിരുന്നു മിനിയാന്ന്. ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയി. കാരണം മരണത്തെക്കാൾ കഷ്ടമാണ് ആ വേദന. അതുകൊണ്ട് മരണത്തെ നമ്മൾ വീക്ഷിക്കുന്നത് ഈ രീതിയിലാണ്. ചിലപ്പോൾ നമ്മൾ കൊലപാതകത്തെ പോലും ന്യായീകരിക്കും. അതുകൊണ്ടാണ് ബംഗാളിലേക്ക് നീങ്ങിയിരുന്ന ധാന്യക്കപ്പലുകൾ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നത്. ബംഗാളികൾ മരിച്ചോട്ടെ, യൂറോപ്പിലേക്ക് എത്തിക്കൂ അതെന്ന് പറഞ്ഞു. കാരണം അവിടെ വെള്ളക്കാരനാണ്, അയാളുടെ മരണത്തിന് പ്രാധാന്യം കൂടുതലുണ്ട്. ഇത് എന്തുകൊണ്ടാണ്? ഇതിലൊക്കെ നമ്മുടെ ആ പ്രജുഡിസൊക്കെ ഇവിടെ വരുന്നുണ്ട്. എന്തിന് ആറ്റം ബോംബ് പ്രയോഗിക്കാൻ തീരുമാനിച്ചിട്ട് എന്തുകൊണ്ട് ജർമ്മനിയിൽ തന്നെ പൊട്ടിച്ചില്ല? ജപ്പാനിലെ കൊണ്ടേ പൊട്ടിച്ച്. അത് യുദ്ധം അവസാനിക്കുന്ന ഉറപ്പായ സമയത്ത്. കാരണം പരീക്ഷണം നടത്തണം. മാത്രമല്ല അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആദ്യം ഹിറോഷിമ നാഗസാക്കി അല്ല ആദ്യം തെരഞ്ഞെടുത്ത സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാമോ? ക്വെറ്റ എന്ന് പറഞ്ഞ ജപ്പാനീസ് നഗരമാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അമേരിക്കയിലെ ഒരു അഡ്മിനിസ്ട്രേഷനിലെ ഡിഫൻസിലെ ഒരു അണ്ടർ സെക്രട്ടറി എന്നോട്ട്, ക്വെറ്റ ബുദ്ധിജീവികൾ ധാരാളം ഉള്ള സ്ഥലമാണ്, അവിടെ ഇടണ്ടാകും. അങ്ങനെയാണ് ഹിറോഷിമയിലേക്ക് ആദ്യത്തേതും രണ്ടാമത്തെ നാഗസാക്കിയിലേക്ക്. അപ്പോൾ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ, നിർദ്ദയമായി നടന്ന കൊലപാതകങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം മരണം ഓഫ് കോഴ്സ് മരിക്കണം നമുക്ക്, പക്ഷേ മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും മരിച്ച ബോഡിയോട് നമ്മൾ കാണിക്കുന്ന, അറിയാമല്ലോ എല്ലാവർക്കും, ഭണ്ഡാരം എന്നുള്ള വാക്ക് എങ്ങനെയാണ് കേരളത്തിലുണ്ടായെന്ന് അറിയാം. ഭണ്ഡാരം എന്ന് വിളിച്ചിരുന്നത് മസൂരി പിടിച്ച് മരിച്ചവന് വരെയാണ്, ഇല്ലേ? ഇപ്പോഴും ദേഷ്യം വരുമ്പോൾ ഭണ്ഡാരങ്ങട്ടെ മോഹൻദാസിൻ്റെ സിനിമയിൽ ഒരുപാട് കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല അതിൻ്റെ അർത്ഥം, മോഹൻലാൽ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും ഭണ്ഡാരം പോട്ടെ എന്നുള്ള പ്രസ്താവനകൾ കാണാം. അപ്പോൾ അതുകൊണ്ട് മരണത്തെ നമ്മൾ എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളത്, ആര് മരിച്ചു, അയാൾ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനാണ്, എൻ്റെ വംശീയതയിൽപ്പെട്ടവനാണോ, കറുത്തവനാണോ വെളുത്തവനാണോ, ഇതൊക്കെ പ്രധാനമായി വരുന്നു. വ്യക്തിപരമായി നമുക്ക് അടുത്ത ഒരാൾ മരിക്കുന്നത് തീർച്ചയായിട്ടും ദുഃഖകരമാണ്. മറ്റേത് വെറും സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമ്മുടെ പല ആൾക്കാരുടെ ഒരു സുഹൃത്തുണ്ട്, PT തോമസ്. PT തോമസ് പറഞ്ഞൊരു മരണത്തെ പറ്റിയിട്ടുള്ള എൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ ആ രീതിയിലാണ്. അതുകൊണ്ടാണത് പറയുന്നത്. PT-യുടെ അപ്പൻ 84-86 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പറമ്പിലൊക്കെ പോയി പണിയൊക്കെ ചെയ്യുന്ന ആ സമയത്തും അങ്ങനെ ഒരാളായിരുന്നു. ഒരു ദിവസം രാവിലെ അപ്പൻ പറമ്പിൽ പോയി പണിയൊക്കെ കഴിഞ്ഞ്
തിരിച്ച് വന്ന് ഭക്ഷണം കഴിച്ച് കിടന്നു, മരിച്ചു. PT അതിനെപ്പറ്റി പറഞ്ഞത് ഇല കൊഴിയുന്നത് പോലെ മരിച്ചു എന്നാണ്. അതിലും ഗംഭീരമായിട്ടുള്ളൊരു മരണം ഇല്ല എന്നുള്ളതാണ്. ഞാൻ എല്ലാവരും അങ്ങനെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ഞാനും അത്യാഗ്രഹമാണ് ആയിരിക്കും, പക്ഷെ എന്നാലും അങ്ങനെ മരിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഈ മറ്റുള്ള ആൾക്കാരുടെ മരണം എന്നുള്ളതിനേക്കാളും എനിക്കൊരു പക്ഷെ ഇത്രയും കുറച്ച് പ്രായമൊക്കെ ആയി സ്വാഭാവികമായിട്ട് തന്നെ മരിക്കാവുന്നൊരു സമയമൊക്കെ ആയി തുടങ്ങി എന്നുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ മരണത്തെ പറ്റിയിട്ട്. അത് എങ്ങനെയായിരിക്കും എന്നുള്ള ചെറിയ ആങ്സൈറ്റിയും ഉണ്ടാവാറുണ്ട്. കാരണം ഈ ഇല കൊഴിയുന്നത് പോലെ മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുകയും വളരെ വേദനിച്ചും കഷ്ടപ്പെട്ടും ഒരുപാട് കാലം കിടന്നും മരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് സ്വയം അത് വളരെയധികം വേദനയും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. അതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ട്. അത് എനിക്ക് വാസ്തവത്തിൽ മരണത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ മരണത്തിലേക്ക് എത്തുന്നതിൽ പ്രിപ്പയർഡ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ വാസ്തവത്തിൽ ഇന്നിവിടെ വന്നത് അത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് കേൾക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. കാര്യം ഇത് എന്താണ് സംഭവം എന്ന് അറിയില്ലല്ലോ. അത് എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് അനുഭവിക്കുക എന്നുള്ളതല്ലാതെ ഒരു മറ്റു മാർഗങ്ങളില്ലാത്തതാണ്. രണ്ടാമതൊരിക്കലും മരിക്കാൻ പറ്റാത്തത് കൊണ്ട്. അപ്പം അതിലേക്ക് ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഇപ്പം പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. എന്താണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് എനിക്കൊരാഗ്രഹമുണ്ട്. അതേപോലെ ഞാൻ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇല കൊഴിയുന്ന പോലെ മരിച്ചു പോകണമെങ്കിൽ നന്നായിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. അതില്ലെങ്കിൽ ഇല കൊഴിയുന്നത് പോലെ സ്വാഭാവികമായിട്ടൊരു ഇല തളിരായി പിന്നെ അത് മൂത്ത് പഴുത്ത് താഴെ വീണ് പോകുന്നതാണല്ലോ ഇലയുടെ ജീവിതം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മനുഷ്യരുടെ കാര്യത്തിലായാലും അതെ, വളരെ ഒരു ചിട്ടയായിട്ടൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ മനസ്സിനും ശരീരത്തിനും വലിയ പോറലേൽക്കാത്ത വിധത്തിൽ ഒരു ചിട്ടയായിട്ടൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ സ്വച്ഛന്തമായിട്ട് മരിക്കാനും കഴിയുമായിരിക്കും. ഇതൊക്കെ എനിക്കറിയാത്ത കാര്യങ്ങളാണ്. എനിക്കറിയാൻ ആഗ്രഹമുള്ളതും അതിലേക്ക് സമാധാനത്തോട് കൂടിയിട്ട് മരണത്തിലേക്ക് പോവാനും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള കുറേ സംശയങ്ങളും ചെറിയ തോതിലുള്ള ആശങ്കകളും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ മരണം എന്നുള്ള കാര്യത്തിനെ കാണുന്നത്. ഏകദേശം 17 കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റ് മരണങ്ങളെ പറ്റിയിട്ടൊന്നും പറയണമെന്നില്ല. വാസ്തവത്തിൽ ഈ കുട്ടികൾക്ക് മരണത്തെ പറ്റിയിട്ടുള്ള ബോധന ക്ലാസ്സുകൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ കൊടുക്കണം. വിദ്യാലയങ്ങളിൽ അതൊരു കരിക്കുലത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളെ ഡെത്ത് കഫേ പോലെയുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് സാഹിത്യ സമാജം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മരണത്തിനെ പറ്റിയിട്ടുള്ള അത് പഴയ കാര്യങ്ങളൊക്കെ വിട്ടു. പുതിയ കാലത്ത് കുട്ടികൾക്ക് മരണം പഠിക്കണമെങ്കിൽ മരണത്തെപ്പറ്റി അറിയണമെങ്കിൽ ഈ ബോധന ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കണം. ആദ്യമേ തന്നെ ഒരു ചോദ്യം ഞാനിങ്ങനെ വളരെ ലളിതമായൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കും. 17 കുട്ടികളോടാണ് ചോദിക്കാനായിട്ട്. ജീവൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വാസ്തവത്തിൽ നമ്മളുടെ കണ്ടീഷൻ ചെയ്യപ്പെട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണ് ജീവൻ്റെ ഓപ്പോസിറ്റാണ് ഡെത്ത് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ജീവൻ്റെ ഓപ്പോസിറ്റ് അല്ല ഡെത്ത്. ജീവൻ തന്നെയാണ് ഡെത്ത്, മരണം. ജീവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്നിടത്തൊക്കെ മരണമുണ്ട്. നിങ്ങൾ ഇരിക്കുന്നിടത്ത്, നിൽക്കുന്നിടത്ത്, ശ്വസിക്കുന്നിടത്തൊക്കെ മരണമുണ്ട്. മരണം നിങ്ങളുടെ കൂടെയുണ്ട്. അതായത് മരണം ഒരു കൂടെയുള്ള ആയിട്ടുള്ള ഒരു എലിമെൻ്റാണ്. പക്ഷെ നമ്മളത് അറിയണില്ല. പെട്ടെന്ന് ഒരാൾ വിട്ടുപോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ജീവൻ്റെ കൂടെയുള്ള ഒന്നാണ് എന്നുള്ള ബോധ്യം നമുക്ക് മരണത്തെപ്പറ്റി ഉണ്ടാവണം. അത് വളരെ ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവണം. ജീവൻ്റെ വിപരീതമല്ല മരണം, ജീവന് ഒപ്പമുള്ളതാണ്. അതായത് നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ മരണം നിങ്ങളോടൊപ്പമുണ്ട്. ഈ ഒരു വസ്തുത
നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ നമ്മളുടെ കണ്ടീഷൻ ചെയ്യപ്പെട്ടുള്ള തലച്ചോറുകൾ അങ്ങനെ ആക്കി തീർക്കുകയാണ്. വിദ്യാഭ്യാസങ്ങൾ, നമ്മുടെ ആസ്പത്രികൾ ഒക്കെ തന്നെ മരണത്തെ മാറ്റി നിർത്താനുള്ള ഒരു ശ്രമമാണ്, അല്ലെങ്കിൽ ജീവൻ്റെ ഓപ്പോസിറ്റാണ് മരണം എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു 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 രീതിയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിപരമായൊരു അനുഭവമായിട്ടോ അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന മറ്റുള്ള ആൾക്കാരുടെ ഒരു അനുഭവമായിട്ട് ചേർത്തിട്ട് മരണത്തെക്കുറിച്ച് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുട്ടികളായ മിക്കവാറും ആൾക്കാർ മരണത്തെ ഒരു ദുരന്തമായിട്ടാണ് അവരതിനെ പെർസീവ് ചെയ്തിരിക്കുന്നത്. ഒരു അപകടത്തിൻ്റെ രൂപത്തിൽ വരുന്ന മരണം, ഒരു ആപത്തിൻ്റെ രൂപത്തിൽ വരുന്ന മരണം, അങ്ങനെയൊക്കെയാണ് അതിനെ അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, നമ്മളൊക്കെ നശ്വരരാണ്, എല്ലാ ജീവികളും നശ്വരരാണ്. ആ മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ഒരു ഫാക്റ്റാണ്. മനുഷ്യനായിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് തരുന്നത് മരണമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മരണത്തെ പ്രാകൃതകാലം മുതൽ തന്നെ മനുഷ്യന്മാർ വളരെ വാല്യൂ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ മരണത്തിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ മരണം നിഷേധിക്കപ്പെടുന്ന ആൾക്കാരുടെ ഒരു ഫെയ്റ്റ് നമ്മൾ നോക്കണം. മരണം നിഷേധിക്കപ്പെടുന്ന ആൾക്കാരുടെ ഫെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ആൾക്കാർ ഇപ്പോഴും വേദനയോട് കൂടിയിട്ട് ഓർക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് രാജൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അടിയന്തരാവസ്ഥക്കാലത്ത് കേരളത്തിൽ കൊല ചെയ്യപ്പെട്ട, ഭരണകൂടം കൊല ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ് രാജൻ. സാധാരണ ഇതിൽ രാജൻ്റെ കാര്യത്തിൽ സംഭവിച്ചെന്താ വെച്ചാൽ, രാജൻ്റെ ജീവിതം എടുത്തു, ജീവൻ എടുത്തു. പക്ഷെ എപ്പോഴും ഏത് കൊലപാതകത്തിലും ജീവൻ എടുത്തു കഴിഞ്ഞാൽ പോലും അയാളുടെ മരണത്തെ തിരിച്ചു കൊടുക്കും. കാരണം ആ മരിക്കുന്ന ഒരു മനുഷ്യന് അവകാശമുണ്ട് അയാളുടെ മരണത്തിൽ. ഈ രാജൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ, അയാൾക്ക് ആ മരണം പോലും നിഷേധിക്കപ്പെട്ടു. അയാൾ മരിച്ചു എന്നുള്ളത് പോലും നോബഡി അക്നോളജ്. ആ മരണം എന്ന് അങ്ങനെ ഒരു സ്വന്തം മരണം പോലും നിഷേധിക്കപ്പെട്ട അയാൾക്ക് അയാളുടെ ജീവിതം നിഷേധിക്കപ്പെട്ടു, അതിനുശേഷം അയാൾ മരണവും നിഷേധിക്കപ്പെട്ടു. ആ ഒരു വ്യക്തിക്ക് ആ മരണം നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തെ ഇത്രയേറെ വേദനിപ്പിച്ചൊരു സംഗതി. അപ്പോൾ ആ മരണം എന്ന് പറയുന്നത് ഞാൻ അതിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ടാമത്, ഇപ്പം നമ്മുടെ ഈ 19th സെഞ്ച്വറിയിലൊക്കെ സംഭവിച്ചൊരു മാറ്റമായിട്ട് പറയുന്നത്, അതിനു മുമ്പൊരു പബ്ലിക് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു മരണം എന്ന് പറയുന്നത്. പിന്നീട് അത് ഈ പബ്ലിക്കായിട്ടുള്ള മരണം എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ കാഴ്ചയിൽ നിന്നൊക്കെ അകറ്റി ഒരു വളരെ ഏറ്റവും ഒരു സെക്ലൂഡഡായ സ്പേസിലേക്ക് മരണത്തെ കൊണ്ടുപോയി. പണ്ട് നമ്മൾ ഈ വാൾട്ടർ ബെഞ്ചമിനൊക്കെ എഴുതുന്നൊരു ഇതുണ്ട്, ഏത് വീട്ടിലും ഒരു മരണം നടന്ന വീടായിരുന്നു പണ്ട്. ഇന്ന് ഒരു വീട്ടിലും മരണം നടക്കുന്നില്ല. മരിച്ചു കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവരുന്ന ഒരു സ്ഥലം മാത്രമാണ് വീട്. പണ്ട് ഏത് വീട്ടിലെ ഏത് മുറിയിലും ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടാവും. ഇന്ന് ഒരു വീട്ടിലും ഒരു മുറിയിലും ആരും മരിക്കുന്നില്ല. കാരണം ആ മരണത്തെ നമുക്ക് കാണാനോ അനുഭവിക്കാനോ നേരിടാനോ ഉള്ള എല്ലാ സംഭവവും അത് നമ്മുടെ മെഡിക്കലൈസേഷൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് മരണം എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം നമ്മളിൽ നിന്ന് മറക്കപ്പെട്ട് കഴിഞ്ഞു. അതാണ് മരണം ഇത്രമാത്രം ഒരു ദുരന്തത്തിൻ്റെയോ അല്ലെങ്കിൽ ദുരൂഹതയുടെയൊക്കെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മരണത്തിൽ ഒന്നും പഠിക്കാനോ പഠിപ്പിക്കാനോ ഇല്ല. ഈ നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊരു പ്ലാസൻ്റ ഉണ്ട്. പ്ലാസൻ്റ എന്ന് പറയുന്ന ഒരു മറുപിള്ള. ഈ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് അതിന് ആവശ്യമായ പോഷകം കൊടുക്കുന്നത്, ആവശ്യമായ പ്രാണവായു കൊടുക്കുന്നത്, അതിൻ്റെ വിസർജ്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്യുന്നതൊക്കെ പ്ലാസൻ്റയാണ്. മരിക്കാനായിട്ട് നമുക്ക് ഒരു ബയോളജിക്കൽ പ്ലാസൻ്റ ഇല്ല. ജോൺ ബെർജർ എഴുതിയ ഒരു കാര്യമുണ്ട്, നമുക്ക് ചുറ്റും ഓരോ വ്യക്തിക്ക് ചുറ്റും അയാളുടെ ഭൂതകാലം ഒരു പ്ലാസൻ്റ പോലെ വളരുന്നുണ്ട്. ഫോർ ഡൈയിങ്, പ്ലാസൻ്റ ഫോർ ഡൈയിങ് എന്നാണ് പറയുന്നത്. നമുക്ക് മരിക്കാനുള്ള ഒരു മറുപുള്ള പോലെ നമ്മുടെ ഭൂതകാലം നമുക്ക് ചുറ്റും
നമ്മുടെ കൂടെ വളരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് അയാളുടെ വ്യക്തിപരമായ ചരിത്രം, വ്യക്തിപരമായ ഓർമ്മകൾ, ഇതിൻ്റെയൊക്കെ ഒരു മറുപിള്ളയിലാണ് നമ്മൾ മരിച്ചു പോകുന്നത്. പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ഈ മരണത്തെ മാത്രം ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡിഗ്നിറ്റി ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ഡിഗ്നിറ്റി ഓഫ് ലൈഫ് എന്ന് മാറ്റിയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലൈഫ് ഉറപ്പ് കൊടുക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഡെത്തും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക്. അല്ലാതെ നമ്മൾ വളരെ മോശമായ ഒരു ജീവിതം നയിക്കുകയും നമ്മൾ ഇല കൊഴിഞ്ഞു പോകണം, മരിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലൈഫിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യുകയും അത് ഉറപ്പ് വരുത്തുകയും ചെയ്താൽ മാത്രമാണ് ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഡെത്തും നമുക്ക് കിട്ടുള്ളൂ. ശരിക്കും അപ്പോൾ ഈ മരണത്തിൻ്റെ കേവലമായ സംഭവത്തിൽ ഊന്നിക്കൊണ്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഡിഗ്നിറ്റിയാണ് ഈ മരണത്തിൽ നമ്മളെ തുടർന്നു പോകുന്നത്. ഇത്രയാണ് എനിക്ക് പറയാൻ. നല്ലൊരു മരണത്തിന് നമുക്ക് സ്വയം പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ള അല്ലേ, അതാണ് ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. അത് വളരെ വിഷമം പിടിച്ചൊരു ചോദ്യം തന്നെയാണ്. കാരണം പെട്ടെന്ന് ഒരു ഈസി ആൻസർ പറയാൻ കഴിയില്ല. ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഡെത്ത് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. എങ്ങനെ നമുക്ക് നമ്മളുടെ നമ്മുടെ സ്വത്തുകൾ, നമ്മളുടെ അക്യുമുലേറ്റ് ചെയ്ത സാധനങ്ങൾ, ആർജിതവും സഞ്ചിതവുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതിനൊക്കെ എങ്ങനെ നമ്മൾ എടുത്ത് മാറ്റാം നമ്മളിൽ നിന്ന്. അതൊരു നല്ലൊരു എക്സസൈസാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ കൂടെ നമ്മളുടെ ഈ ഇഹത്തിലേക്ക് പിടിച്ചു നിർത്തുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഒഴിവാക്കി വരുമ്പോൾ മരണം വളരെ എന്താ പറയുക, ഒരു ട്രോമാറ്റിക് അല്ലാത്ത ഒരു എക്സ്പീരിയൻസായി മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും വളരെ സജീവമായിട്ടുള്ളൊരു ചർച്ച ഉണ്ടായി. ഈ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല ഇൻപുട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമുക്ക് ഇനിയും ഈ ഏരിയയിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയാം. നമുക്ക് അടുത്ത ഡെത്ത് കഫേയിലൊക്കെ നമുക്ക് അതിന് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുമെന്ന് ആശിക്കാം. അല്ല, ഞാനൊരു കാര്യം കൂടി ചോദിക്കുന്നത്. ഇപ്പം മാഡം ചോദിച്ചത് സാറ് ആൻസർ പറഞ്ഞത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചത്. ഇപ്പം നമുക്കറിയാം, ഒരു നോർമൽ നാച്ചുറൽ ഡെത്ത് ആണെങ്കിൽ ഈ പറഞ്ഞ കംപ്ലീറ്റ്നെസ് എല്ലാം നമുക്ക് ഇപ്പം അങ്ങനെയുള്ള ഒരു മരണം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞു. നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടത് എന്ന് കരുതപ്പെടുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ ഇല കൊഴിയുന്ന പോലെ നാച്ചുറലായിട്ട് നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും മരിക്കാൻ ആഗ്രഹിക്കുന്നത്. സഡൻ ഡെത്ത് നമുക്കൊരിക്കലും വേറെ അപകടങ്ങൾ വഴിയൊന്നും പറയുന്നതൊന്നും നമുക്കൊന്നും പ്രവചിക്കാനും കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു നാച്ചുറൽ ഡെത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം പോലെ തന്നെയാണ് മരിക്കുന്നതും അതൊരു വേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ പ്രിപ്പയർഡ് ആവാൻ എന്തൊക്കെയെന്ന് സാർ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് ഇപ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സ്പിരിച്വാലിറ്റിയിലൊക്കെ. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും കുറച്ച് വയസ്സായി തുടങ്ങിയാലാണ് എല്ലാവരും നാമം ജപിക്കാനും ഒക്കെ തുടങ്ങുന്നത് എന്നൊക്കെ നമുക്കറിയാം. ചെറുപ്പത്തിൽ ഭക്തി ഇല്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല. പക്ഷെ അത് കുറച്ചും കൂടി ഒരു നമ്മുടെ ലൈഫിൽ ഇനിയൊന്നും ചെയ്യാൻ ഇല്ല, അല്ലെങ്കിൽ മരണത്തിനോട് അടുക്കുമ്പോൾ ഒരു ഉണ്ടാകുന്ന ഒരു ഭയം, ഇതിനൊക്കെ ഒരു ഫാക്ടർ ഉണ്ടല്ലോ സാർ. നമ്മൾ കുറച്ചും കൂടെ ഭക്തിയിലേക്ക് പോകുന്നതോ അങ്ങനെയല്ല, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഭക്തിയില്ലെന്ന നമുക്കില്ലെന്നല്ല, കുറച്ചും കൂടെ വയസ്സാവുമ്പോൾ കൂടുതൽ അവർ കൂടുതൽ ഡിവോഷൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, അതെന്താന്ന് വെച്ചെങ്കിൽ ഈ മരണം വേദന ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വയസ്സായവർ പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്പിരിച്വാലിറ്റി ആയിട്ട് നമുക്കതിനൊരു ബന്ധമുണ്ടോ ശരിക്കും? ഞാൻ എന്താ അത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഈ നമ്മൾ പറഞ്ഞു പലർക്കും പല ആ ഒരു പെർസെപ്ഷൻ വ്യത്യാസം ഉണ്ടെന്ന്. ഒരാൾക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കില്ല വേറൊരാൾക്ക് ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ ആ ഒരു ടോളറൻസ് ലെവൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരാണെങ്കിലും ഡെത്ത് ആവുമ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നവരെ എന്ന് പറഞ്ഞാൽ വയസ്സായി മരിക്കുന്നവരെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണം സംഭവിക്കുമ്പോൾ പോലും പീസ്ഫുൾ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനി പ്രെയർ കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ അവർ നിന്നിട്ട് അവർ ആ കാര്യങ്ങളെല്ലാം നിർവഹിച്ച് അവർ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ ആ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ഒരു ഈ സ്പിരിച്വാലിറ്റി കൊണ്ടാണോ അത് പ്രെയർ ആണോ എന്താ ഒരു ശക്തിയാണെന്ന് എനിക്കറിയില്ല. അപ്പം അത് എന്താണെങ്കിലും അതിൽ നമ്മൾ കുറച്ചും കൂടെ എന്താന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ആ ഒരു നോർമൽ പ്രോസസ്സാണ് എല്ലാവർക്കും അറിയാം. അപ്പം അതിലേക്ക്
കുറച്ചും കൂടി നമുക്കൊരു പ്രിപ്പയർഡ് ആയിരുന്ന ഈ ഒരു പേടി എന്ന് പറയുന്നത് കുറയ്ക്കല്ലേ. എന്തായാലും എല്ലാവർക്കും മരിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അത് പീസ്ഫുൾ ആയിട്ട് ആവാൻ നമ്മളൊരു ഇപ്പം ഈ സാറ് പറഞ്ഞ പോലെ എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ജീവിതത്തിൽ ചെറുപ്പം മുതൽ വയസ്സാവുമ്പോൾ എന്നല്ല, ചെറുപ്പം മുതൽ തന്നെ നമുക്കത് ഫോളോ ചെയ്ത് പോരാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അതൊരു നല്ലതല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അല്ല, ഇതിൽ കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഏരിയ ആണത്, സ്പിരിച്വാലിറ്റിയും പ്രിപ്പറേഷൻ ഫോർ ഡെത്ത് എന്നുള്ളത്. സ്പിരിച്വാലിറ്റി ആസ് സച്ച് എന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, റിലീജിയസ് ബിലീഫ്സ് ഉണ്ടല്ലോ. റിലീജിയസ് ബിലീഫ് ഒരു ഡബിൾ എഡ്ജ് വെപ്പണാണ്. അത് ഒരു ചിലർക്ക് ഡെത്തിനെ കുറച്ചുകൂടെ ഇക്വാനിമിറ്റിയോടുകൂടി കാണാൻ സഹായിച്ചു എന്ന് വരും. ചിലരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഡിസ്ട്രസ്ഫുൾ ആക്കാനും സാധിക്കും. നേരെ മറിച്ച് സ്പിരിച്വാലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ റിലീജിയസ് പ്രാക്ടീസ് അല്ലാണ്ട് ഒരു സ്പിരിച്വൽ കോർ ഉണ്ടല്ലോ, ആ ഒരു ഒരു ആസ്പെക്റ്റ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ വാസ്തവത്തിൽ ഭക്തിയല്ല വരുന്നത്. വാസ്തവത്തിൽ അതിൽ വരുന്നത് കാരുണ്യം, മൈത്രി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എത്ര കണ്ട് ആൾക്കാരോട് ഫോർഗീവ് ചെയ്യാൻ കഴിയുന്നുണ്ട്, എത്ര കണ്ട് ആൾക്കാരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം നമുക്ക് കാരുണ്യം കാണിക്കാൻ പറ്റുന്നുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ട് തന്നെ അവസാനിപ്പിക്കാൻ പറ്റും. നേരെ മറിച്ച് റിലീജിയസ് ബിലീവ്സ് ഉണ്ടല്ലോ, അത് പലപ്പോഴും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിവിടെ സ്ഥിരം കാണുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. നേരെ മറിച്ച് ഒരു വലിയ റിലീജിയസ് ബിലീവ്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാരും അവരുടേതായിട്ടുള്ളൊരു ഇന്നർ സ്പിരിച്വൽ എന്താ പറയുക ഫോർട്ടിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് അവരൊരുപാട് സഹായിക്കാറുണ്ട്, വളരെ പീസ്ഫുള്ളായിട്ട് പോകാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഭക്തി, ധ്യാനം, ധ്യാനം പോട്ടെ, ഈ ഭക്തി റിലീജിയസ് പ്രാക്ടീസുകളൊക്കെ ഉണ്ടല്ലോ, ആചാരാനുഷ്ഠാനങ്ങൾ, അതിലേക്ക് പോകാതിരിക്കുന്നതാവും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. എത്ര വേണമെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാ നല്ല കാര്യത്തിനും ഒരു അവസാനം വേണമല്ലോ, നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ. താങ്ക്സ് എ ലോട്ട്.